ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. കേരളം ഭരിക്കുന്നത് നിയമമല്ല, രാഷ്ട്രീയ യജമാന്മാരുടെ കൽപ്പനകളാണ്. CPM ബന്ധമുള്ള ക്രിമിനലുകൾ തോന്നുംപടി പരോൾ വാങ്ങി പുറത്തു വിലസുമ്പോൾ കേരളത്തോടായി ഈ വാക്കുകൾ പറയേണ്ടി വന്നത് KK രമ MLAക്കാണ്. സ്വന്തം ഭർത്താവ് TP ചന്ദ്രശേഖരനെ വെട്ടിനുറുക്കിയവർ മാത്രമല്ല, പല കേസുകളിൽ കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെട്ട പാർട്ടിക്കാർ പരോൾ മറയാക്കി യഥേഷ്ടം പുറത്തു വിലസുകയാണ്. കുടുംബത്തോടൊപ്പം സമയം ചിലവിടാനെന്നാണ് TP കേസിലെ പ്രതി KC രാമചന്ദ്രന് പരോൾ നൽകാൻ പറഞ്ഞ വിചിത്ര കാരണം. ജീവപര്യന്തം ശിക്ഷ ലഭിച്ച ഒരു പ്രതിക്ക് 1 മാസത്തിനിടെ കിട്ടിയത് 3 പരോളാണ്. TP കേസിലെ പ്രതികളുടെ പരോൾ കണക്ക് കണ്ട് ഹൈക്കോടതിക്ക് പോലും സ്വരം കടുപ്പിക്കേണ്ടി വന്നു. എന്തിനേറെ പറയുന്നു, അച്ഛനസുഖമെന്ന് പറഞ്ഞ് പരോൾ ഒപ്പിച്ചെടുത്ത 20 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട പയ്യന്നൂരിലെ യുവനേതാവ് പട്ടാപ്പകൽ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നതും പ്രകടനം നടത്തുന്നതും നാട് കണ്ടിട്ട് അധിക ദിവസമായിട്ടില്ല. പെരിയയിൽ ഇരട്ടക്കൊലയിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് ഇന്നും കിട്ടി പരോൾ. ജയിലിൽ കിടക്കുന്നത് പാർട്ടി ബന്ധമുള്ളവരാണെങ്കിൽ പരോൾ ഉറപ്പെന്ന സ്ഥിതിയാണ്. ഈ അനീതിയാണ് പ്രതിപക്ഷം ഇന്ന് സഭയിൽ ചോദ്യം ചെയ്തത്. കൊലപാതക രാഷ്ട്രീയത്തിന്റെ ജീവിക്കുന്നേരെയായ KK രമ തന്നെ സഭയിൽ നോട്ടീസ് നൽകി. ഏത് വിഷയവുമായി വന്നോളൂ, ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറെന്ന് സഭയിൽ ആവർത്തിക്കാറുള്ള ഭരണപക്ഷത്തിന്റെ വീര്യം പക്ഷേ ഇന്ന് സഭയിൽ കണ്ടില്ല. തുടക്കത്തിലെ ഉടക്കിട്ടു. അടിയന്തര പ്രാധാന്യമില്ല എന്നാണ് പ്രതികരണം. ചർച്ച നടക്കില്ലെന്നുറപ്പായിരുന്ന പ്രതിപക്ഷം ഇന്നെന്താ ചർച്ചയില്ലേ എന്ന ബാനറുമായിട്ടാണ് സഭയിലെത്തിയത്. വേണമെങ്കിൽ സബ്മിഷനായി ഉന്നയിക്കൂ എന്നാണ് സ്പീക്കർ. മറുപടി പറയേണ്ട മുഖ്യമന്ത്രിയാകട്ടെ എന്ന് സഭയിലേക്ക് എത്തിയതുമില്ല. പാർട്ടിക്കാരുടെ പരോൾ കണക്കിൽ ഉത്തരമില്ലാത്തതുകൊണ്ടാണോ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. പരോൾ പറയരുത് എന്നാണോ ചോദ്യം? അല്പനേരം KK രമ MLA ഉണ്ട്. അത് കഴിഞ്ഞ് അഡ്വക്കേറ്റ് K പ്രേംകുമാറും ശ്രീ റോജി M ജോണും ശ്രീ A സജീവനുമാണ് ചർച്ചയിൽ സജീവമായി ഉണ്ടാവുക. ആദ്യം KK രമയിലേക്കാണ്. KK രമ, ഇന്നിപ്പോൾ സഭയിൽ ഈ CPM പ്രതികൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ തടവുകാർക്ക് കിട്ടുന്ന പ്രത്യേക പരോൾ, അത് പൊതുവിൽ CPM പ്രതികൾക്ക് മാത്രമായി കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾ വിഷയമായി ഉന്നയിക്കുകയാണ്. അതൊരു അടിയന്തര പ്രാധാന്യമില്ല എന്നാണോ സർക്കാർ വിലയിരുത്തിയിരിക്കുന്നത്? സ്മൃതി, ഇത് നമ്മൾ ഇന്നും ഇന്നലെയും ഒന്നും ചർച്ച ചെയ്യാൻ തുടങ്ങിയ വിഷയമല്ല. ഒരുപക്ഷെ 2014 മുതൽ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ കേസിലെ പ്രതികൾക്ക് കിട്ടുന്ന അനധികൃതമായ പരോളുകൾ. ആ പരോൾ കിട്ടിയതിന് ശേഷം ഈ ക്രിമിനലുകൾ നാട്ടിൽ നടത്തുന്ന നിരവധിയായ ക്രിമിനൽ പ്രവർത്തനങ്ങൾ, ജയിലിനുള്ളിൽ വെച്ച് തന്നെ അവർ നടത്തുന്ന നിരവധി പ്രവർത്തനങ്ങൾ, ഇതൊക്കെ പല തവണ കേരളം ചർച്ച ചെയ്താണ്. നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ തന്നെ ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്ത വിഷയങ്ങളിലൊന്ന് ഇതുകൂടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ജ്യോതിബാബുവിൻ്റെ പരോള് സംബന്ധിച്ച കേസ് എടുത്ത സമയത്ത് ജസ്റ്റിസ് വളരെ കൃത്യമായിട്ട് ഈ TP കേസിലെ പ്രതികൾക്ക് എന്തുകൊണ്ടാണ് ഇത്രമാത്രം പരോള് കിട്ടുന്നതെന്നും അതിന് അടിയന്തരമായ ഒരു അന്വേഷണം നടത്തണമെന്നും വാക്കാൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമുക്ക് കേട്ടതാണ്. അത് ഈ ഇത്തരം വരുന്ന വാർത്തകളും ഈ കൃത്യമായ ഇതിൻ്റെ രേഖകളും സഹിതമാണ്. അപ്പം വളരെ കൃത്യമായിട്ടാണ് ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ വിഷയം നമ്മൾ ഇന്ന് ഉന്നയിക്കാനുള്ളൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമുക്കറിയാം പയ്യന്നൂരിലുണ്ടായിരുന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ദീർഘകാലം പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്ന നേതാവായിരുന്ന ജില്ലാ കമ്മിറ്റി മെമ്പർ സഖാവ് കുഞ്ഞികൃഷ്ണൻ ഒരു വെളിപ്പെടുത്തൽ നടത്തി പാർട്ടിക്കെതിരെ. അതിനുശേഷം അവിടെ നടന്ന നിരവധിയായ ഈ അദ്ദേഹത്തിനെതിരെയുള്ള പ്രകടനങ്ങളും പങ്കെടുത്ത ആളുകളുടെ ബൈക്ക് കത്തിക്കൽ ഉൾപ്പെടെയുള്ള പലവിധ പ്രവർത്തനങ്ങൾ നടന്നു. അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ പ്രകടനത്തിൽ 20 വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതി, ആ പ്രതി എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന പ്രതിയാണ് എന്നുകൂടി നമ്മൾ കാണണം. ആ പ്രതി 20 വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ട് 1 മാസം കഴിയുമ്പോഴേക്കും പുറത്തു വരികയും ആ പുറത്ത് വന്ന് നടത്തിയ പരിപാടി എന്ന് പറയുന്നത് പ്രകടനത്തിൽ പങ്കെടുക്കുകയാണ്. അപ്പം ഇന്ന് ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് അദ്ദേഹം പറഞ്ഞത് നിയമാനുസൃതമായിട്ടാണ്, ഇതിന് അടിയന്തര പരോളില്ല എന്നതാണ്. ഞങ്ങൾ ചോദിക്കുന്നൊരു വിഷയം അതാണ്. നിയമാനുസൃതം എങ്ങനെയാണ് നിങ്ങളിത് നിയമാനുസൃതം എന്ന് പറയുക? 1 മാസമായി ജയിലിൽ കിടക്കുന്ന ആൾ അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞ് പരോള് കിട്ടി പുറത്തു വരികയും എന്നിട്ട് നടത്തിയ ആ പ്രകടനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷം ജയിലിലേക്ക് യാത്ര അയക്കുന്നത് നമ്മൾ കാണുകയാണ്. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്?
കേരളത്തിലാണ് ഇത് നടക്കുന്നത് എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. ഈ പ്രതികൾ വരുന്നതിന് ശേഷം ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങി വന്ന എത്രയെത്ര ക്രിമിനൽ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഈ കുറ്റവാളികൾ നടത്തിയ പ്രവർത്തനം, കർശന നിയന്ത്രണമുള്ള ജയിലുകളിൽ ഈ പ്രതികൾ നടത്തുന്ന ഉല്ലാസ ജീവിതങ്ങളെ സംബന്ധിച്ച്, ജയിലിൽ നിന്ന് ഫോട്ടോ എടുത്ത് പുറത്തുവിടുന്നതിനെ സംബന്ധിച്ച്, ജയിലിനകത്ത് വെച്ച് കൊട്ടേഷൻ നടത്തുന്നതിനെ സംബന്ധിച്ച്, ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ട് അതിനുശേഷം പല മാഫിയ പ്രവർത്തനങ്ങളും നടത്തുന്നതിനെ സംബന്ധിച്ചൊക്കെ TP കേസിലെ പ്രതികളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇതിങ്ങനെ നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനൊരു അവസാനമുണ്ടാകുന്നില്ല. അപ്പുറത്തേക്ക് നമ്മൾ ഈ കേസിൻ്റെ വിശദമായ ഈ പരോളുകളെ സംബന്ധിച്ചുള്ള ഒരു പഠനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു പ്രത്യേകതയാണ് സ്മൃതി താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഈ പ്രതികൾക്ക് 1000-ലധികം ദിവസം പരോള് കിട്ടുന്നു എന്ന് പറയുന്നത്. ആ ദിവസത്തിലപ്പുറത്തേക്ക് നമ്മളതൊരു വർഷം കൊണ്ടൊന്ന് കണക്കുകൂട്ടി നോക്കൂ. 3 വർഷത്തിലധികം ആയി ഈ പ്രതികൾക്ക് ഈ കഴിഞ്ഞ 9 വർഷമായിട്ട് 10 വർഷമാവാൻ പോകുന്നു കിട്ടിയ പ്രതികളുടെ പരോളുകളുടെ എണ്ണം. ഈ അവസരത്തിൽ മാത്രമാണ് ഏകദേശം 3 വർഷത്തിലധികം കാലം ഈ പ്രതികൾ മുഴുവൻ പരോളിൽ പുറത്തായിരുന്നു എന്ന് പറയുന്നത്. വേറെ ഏതെങ്കിലും കേസിലെ പ്രതികൾക്ക് നമുക്ക് കാണാൻ സാധിക്കുമോ? മറ്റേതെങ്കിലും കേസിലെ പ്രതികൾ ഇതുപോലെ പുറത്തിറങ്ങിയത് നമുക്ക് കാണാൻ സാധിക്കുമോ? അതിൽ താങ്കൾ സൂചിപ്പിച്ച KC രാമചന്ദ്രൻ മാത്രമല്ല കേട്ടോ. KC രാമചന്ദ്രൻ ഞാൻ നേരത്തെ ഗൂഢാലോചന കേസിലെ പ്രതികളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അതിൽ 1 മാസം നമ്മൾ ആ കണക്ക് പരിശോധിച്ചാൽ 1 മാസം ജയിലിനകത്താണെങ്കിൽ പിറ്റേത്തെ മാസം ജയിലിന് പുറത്താണ്. ആ പുറത്ത് കിടക്കുന്നതിന് നിരന്തരമായിട്ട് 15 ദിവസം അതിനൊക്കെ കൊടുത്തിരിക്കുന്ന കാരണങ്ങൾ പറഞ്ഞാൽ ടൈം ടു സ്പെൻഡ് വിത്ത് ഫാമിലി മെമ്പേഴ്സ്. ഇതാണ് കാരണം. ഇത് മാത്രമല്ല, അതിനുശേഷം TK രജീഷ് എന്ന് പറയുന്ന ഈ കൊലപാതകത്തിന് നേരിട്ട് പങ്കെടുത്ത 7 പേരിൽ ഒരാളായ TK രജീഷിൻ്റെ കാര്യത്തിൽ ഇതുതന്നെയാണ്. അദ്ദേഹത്തിനും കിട്ടുന്നു 980-ലധികം ദിവസം പരോൾ. അതിൽ 221 ദിവസം ഈ കാലത്തൊക്കെ കോവിഡ് കാലത്തുള്ള പ്രത്യേകമായ ബെയിലുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള പരോളിൻ്റെ കാര്യമാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. അതിനും പറയുന്നത്, ആ പ്രതികൾക്കും പറയുന്ന കാരണം ഇതാണ്, ടൈം ടു സ്പെൻഡ് വിത്ത് ഫാമിലി മെമ്പേഴ്സ്. ഇതാണ് ടിക്കറ്റ്. എല്ലാ ദിവസത്തെ ഇതും 15 ഈ കാരണം മാത്രമേ ഉള്ളൂ. ഈ കാരണം മാത്രം ഈ പ്രതികൾക്ക് മുഴുവൻ, എൻ്റെ അടുത്തുള്ള ഈ ലിസ്റ്റ് മുഴുവൻ ഈ പ്രതികളുടെ പരോൾ ഡീറ്റെയിൽസ് ആണ്. ഈ 7 കൊലക്കേസ് നേരിട്ട് പങ്കെടുത്ത ആളുകൾ, ഗൂഢാലോചന കേസിൽ അകപ്പെട്ട ആളുകൾ, മുഴുവൻ ആളുകളുടെയും പരോൾ ഡീറ്റെയിൽസ് ആണ്. പല ഘട്ടങ്ങളിലായി ഇത് സംഭവിച്ചപ്പോൾ ഇത് കോടതിയുടെ മുന്നിലേക്കും എത്തുന്നുണ്ട്. ഈ പരോൾ അനധികൃതമാണ് എന്നുള്ള കേസായി കോടതിയിലേക്കും എത്തുന്നുണ്ടല്ലോ. കോടതി ഇക്കാര്യത്തിൽ എന്തു പറഞ്ഞു? കോടതി പറഞ്ഞ ശേഷമാണോ വീണ്ടും ഇത്തരത്തിൽ പരോൾ നൽകുന്നത്? അതെ, തീർച്ചയായിട്ടും. കഴിഞ്ഞ മാസമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വക്കാൽ ഈ ഒരു കാര്യം വളരെ ഗൗരവത്തിൽ ജ്യോതി ബാബുവിൻ്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സമയത്ത് കോടതി നിരീക്ഷിച്ച ഒരു കാര്യമാണ്, TP കേസിലെ പ്രതികൾക്ക് മാത്രം അനധികൃതമായ പരോളുകൾ ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്, ഈ വിഷയം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, അത് ഗൗരവമായ അന്വേഷണത്തിന് വിധേയമാക്കണം എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളത് കോടതിയിലേക്ക് പ്രത്യേകമായി ഈ കേസുമായി ബന്ധപ്പെട്ട, ഈ പരോളുമായി ബന്ധപ്പെട്ട പ്രത്യേകമായിട്ട് ഇത് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. കാരണം ഈ തരത്തിൽ ഈ കേസിലെ പ്രതികൾക്ക് പരോൾ ലഭിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഈ കേസ് ഈ പ്രതികളെ സംരക്ഷിക്കേണ്ട ബാധ്യത CPM-നുണ്ട്, ഭരണക്കാർക്കുണ്ട്. ഇത് ചെയ്തില്ലെങ്കിൽ അവർക്ക് നന്നായിട്ടറിയാം. കേരളത്തിലെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന, ജയിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തങ്ങളുടെ കീശയിലാണ് എന്ന് വളരെ നന്നായിട്ട് ഈ പ്രതികൾക്കറിയാം. അതുകൊണ്ട് തന്നെ പ്രതികൾ പുറത്തിറങ്ങി വന്നാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുന്നു, ജയിലിൽ നിന്ന് ഭീഷണിപ്പെടുത്തുന്നു, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉണ്ടാകുന്നു. അതുമാത്രമല്ല, ജയിൽ ഉദ്യോഗസ്ഥന്മാർ DIG എന്താ ചെയ്തത്, ഇത്തരം ആളുകൾക്ക് ആ പരോള് കൊടുക്കാൻ വേണ്ടി അവരുടെ അടുത്ത് നിന്ന് കൈക്കൂലി വാങ്ങുകയാണ്. നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേരളത്തിലല്ലേ ഇത് നടക്കുന്നത്? എന്ത് നടപടിയാണ് എടുക്കുന്നത് ജയിൽ വകുപ്പ്, അല്ലെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ത് നടപടിയെടുത്തു ഇക്കാര്യത്തിൽ? അവസാനം DIG വിനോദ് ഇൻ്റലിജൻസ് മേധാവി കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനം 7 ദിവസം, ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം അല്പം സസ്പെൻഷനിലേക്ക് കടന്നു. അതും സസ്പെൻഷൻ മാത്രമാണ്, അത് കഴിഞ്ഞ് തിരിച്ചെത്തില്ല എന്ന് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. ഇതെങ്ങനെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരിടം
നമുക്ക് പ്രത്യേകിച്ചും അത് പ്രധാനമായി പറയേണ്ട ഒരു ഇടം കൂടി നിയമസഭയല്ലേ. പക്ഷേ ആ നിയമസഭയിൽ പറയാൻ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് മറുപടി പറയുന്നത് നോട്ടീസ് കൊടുത്തത് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കാണ്. അദ്ദേഹം ഇന്ന് സഭയിൽ ഹാജരായതേയില്ല. ഹാജരായി അതിന് പകരം മറുപടി പറയേണ്ട ആളാണ്. ഇത് നിയമപ്രകാരമാണ് കൊടുത്തത്, അടിയന്തര പ്രാധാന്യമില്ല, വിഷയ ദാരിദ്ര്യം കൊണ്ടാണ് കൊടുക്കുന്നത് എന്ന് വളരെ അപക്വമായിട്ടുള്ള കമൻ്റ് നടത്തി ഇതിനെ പ്രതിരോധിക്കാൻ നിൽക്കുന്നത് ഈ കേരളം കാണുന്നുണ്ട് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇത് കോടതി നടപടികളിലേക്ക് പോകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വളരെ നന്ദി കെ രമ. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഞാൻ CPM പ്രതിനിധി MLA പോവുകയാണ്. അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ, കെ രമ പറഞ്ഞത് കേട്ടല്ലോ. ഇതൊരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ല എന്ന് പറയുമ്പോൾ CPM പിണറായി വിജയന്റെ ഭരണകാലം തുടങ്ങുന്ന ഘട്ടം മുതൽ തുടങ്ങിയ കാര്യം കൊണ്ടാണോ നിങ്ങളിത് പറയുന്നത്? പഴയ കാര്യമെന്ന് TP കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പഴയ കാര്യത്തിൽ നിന്ന് തുടങ്ങി ഈ ഇന്നത്തെ ദിവസം വരെ നടക്കുന്നു ഈ പരോളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. കഴിഞ്ഞ ദിവസം ഈ കുഞ്ഞികൃഷ്ണനെതിരെ നടത്തിയ പ്രതിഷേധത്തിൽ പങ്കെടുത്ത നിഷാദ് എന്ന പ്രവർത്തകൻ, നിഷാദിന് 20 വർഷം തടവ് എന്തിനാണ്? പോലീസിന് നേരെ ബോംബെറിഞ്ഞതിനാണ്. എന്നിട്ട് പരോളിലിറങ്ങിയത് അച്ഛന് സുഖമില്ല, അനാരോഗ്യം, അടിയന്തരമായി പുറത്തിറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തുന്നത്. എന്നിട്ട് പരോൾ കഴിഞ്ഞ് തിരിച്ചു പോകേണ്ട ദിവസം പ്രകടനത്തിൽ മുൻനിരയിലുണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ഇതാ പെരിയ കേസിലെ രഞ്ജിത്ത്, 10ാം പ്രതി രഞ്ജിത്തിന് 3 മാസത്തെ രണ്ടാമത്തെ പരോൾ വളരെ വേഗം തന്നെ ലഭിച്ചിരിക്കുന്ന കാഴ്ചയും. അപ്പോൾ ഇത് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളാണ്. ഇതെങ്ങനെയാണ് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ല എന്ന് നിങ്ങൾ അനുമാനിക്കുക? അതെ, വിഷയം അടിയന്തര പ്രാധാന്യമുള്ളതാണ് എന്ന് പറയുന്നതിൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞതിൽ ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾ കാണിച്ചത്. എന്നാണ് ഈ സംഭവം ഉണ്ടായത്? അതിനുശേഷം നിയമസഭ ചേർന്നോ? ആ സന്ദർഭത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയോ? നൽകാതിരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ കൃത്യമായ താല്പര്യമുണ്ടതിൽ. സ്വാഭാവികമായിട്ടും ആ കാര്യം വളരെ വളരെ ബോധപൂർവം ഇപ്പോൾ ചർച്ചയുടെ ഭാഗമായിട്ട് മറക്കുകയാണല്ലോ. ഞാനതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് കിടക്കുകയല്ല. ഇവിടെ കൃത്യമായി തന്നെ പാർലമെൻ്ററി കാര്യമന്ത്രിയും സ്പീക്കറും പറഞ്ഞൊരു കാര്യമുണ്ട്. കേരള നിയമസഭയിൽ ഒരു കാര്യവും ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. സബ്മിഷനായിട്ട് ഉന്നയിക്കാമെന്ന് പറഞ്ഞു. സബ്മിഷൻ ഉന്നയിക്കാൻ തയ്യാറല്ല. അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന പ്രതിപക്ഷം തന്നെ തയ്യാറാക്കി കൊടുത്തിട്ടുള്ള, മുൻകൂട്ടി തയ്യാറാക്കി കൊടുത്തിട്ടുള്ള ഫ്ലക്സ്, സ്പീക്കർ പറഞ്ഞ ആ ഭാഗവും സ്മൃതി റിപ്പോർട്ടർ ചാനലിൽ ഇപ്പോൾ കാണിച്ചില്ലല്ലോ. ഇവിടെ പ്രിന്റ് ചെയ്യാനുള്ള സംവിധാനമൊന്നും സഭയ്ക്കകത്തില്ലല്ലോ എന്ന് കൃത്യമായിട്ട് സ്പീക്കർ ചോദിച്ചു. ഫ്ലക്സ് ഉണ്ട്, തയ്യാറാക്കിയിട്ടുള്ള പ്ലക്കാർഡുണ്ട്, പ്രിന്റ് ചെയ്ത പ്ലക്കാർഡ്, അതെല്ലാമായിട്ട് സഭയ്ക്കകത്ത് വരികയാണ്. അത് ഏത് ചട്ടപ്രകാരമാണ്? ചട്ടം നോക്കുകയാണെങ്കിൽ അങ്ങനെ പാടുണ്ടോ? സ്വാഭാവികമായിട്ടും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുമ്പോൾ വിഷയദാരിദ്ര്യമുണ്ട്. വിഷയദാരിദ്ര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ സംഭവം നടന്ന് തൊട്ടടുത്ത ദിവസം സഭയിൽ എന്തുകൊണ്ട് സഭയുള്ള ദിവസം തൊട്ടടുത്ത ദിവസം കൊടുത്തില്ല? ആ ചോദ്യം സ്വാഭാവികമായും ഉയരുന്ന ചോദ്യമാണ്. അടിയന്തര പ്രമേയം തള്ളും എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അഥവാ അനുവദിക്കില്ല എന്ന് സ്വയം ബോധ്യമുള്ളത് കൊണ്ടല്ലേ പ്രതിപക്ഷം ഈ പ്ലക്കാർഡും ബാനറും കൊണ്ടുവന്നു എന്നുള്ള ചോദ്യമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സർക്കാർ ഏതെങ്കിലും നിലയിൽ പരോളിൽ ഇളവ് കൊടുത്തിട്ടാണോ ഇപ്പോൾ ഈ പ്രതികൾ അല്ലെങ്കിൽ ഇവർ പുറത്തു വന്നത്? കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകം ഒരൊറ്റൊന്ന് മാത്രമേ നടന്നിട്ടുള്ളൂ. വേറെ ഒരു രാഷ്ട്രീയ കൊലപാതകവും നടന്നിട്ടില്ലേ? ആരാണ് TP കേസിലെ പ്രതികൾക്ക് ആദ്യമായിട്ട് പരോള് കൊടുത്തതാരാ? UDFന്റെ ഗവൺമെന്റ് അല്ലേ? 2014 കേരളം ഭരിച്ചിരുന്നതാരാ? TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായിട്ടുള്ള KC രാമചന്ദ്രന് ആദ്യം പരോൾ അനുവദിക്കുന്നതാരാണ്? 2014 ജയിൽ ചട്ടം, സന്മാർഗ ചട്ടം, അത് ജയിൽ സംശുദ്ധീകരണ സന്മാർഗ സേവനങ്ങളും എന്ന ചട്ടം, ആ ചട്ടം സ്വാഭാവികമായിട്ടും അതിൽ അമെൻഡ് ചെയ്ത്, അഥവാ ആ ചട്ടം കൊണ്ടുവന്ന് പരോൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള എല്ലാ നിയമങ്ങളും ആരുടെ കാലത്ത് കൊണ്ടുവന്നാണ്? ഇപ്പോൾ UDFന്റെ കാലത്ത് പരോൾ കിട്ടിയാൽ അത് നല്ലതാണ്, കുഴപ്പമില്ല. LDF കാലത്തെ പരോളാണെങ്കിൽ ആ പരോളാകെ കുഴപ്പമാണ് എന്ന പ്രതീതി ഉണ്ടാക്കാനല്ലേ? നിങ്ങൾ നോക്കൂ, ധീരജിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണല്ലോ നിഖിൽ പൈലി. അദ്ദേഹം വളരെ സജീവമായിട്ട് പ്രതിപക്ഷ നേതാവിന്റെ കയ്യും പിടിച്ച് നടക്കല്ലേ, തോളത്ത് കൈയിട്ട് നടക്കുകയല്ലേ? വല്ല ആക്ഷേപവും കേരളത്തിലുണ്ടോ? ഇന്ത്യ എന്ന രാജ്യത്ത് അവതരിപ്പിച്ച, ഒഴിവ് ദിവസമായിട്ടും മിനിയാന്ന് അവതരിപ്പിച്ച ഒരു ബജറ്റിൽ
കേരളം എന്ന സംസ്ഥാനത്തെ പൂർണ്ണമായും അവഗണിച്ചു വരുന്ന ഒരു രീതി നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട സംഗതിയല്ലേ? അത്തരം വിഷയങ്ങളിൽ നിന്ന് ചർച്ച മാറ്റാനും ഈ അനുവദിക്കില്ല എന്ന് ഉറപ്പുള്ള അടിയന്തര പ്രമേയം അത് ആ നിലയിൽ അവതരിപ്പിച്ച് ഇതിന്റെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമമല്ലേ? ഏത് ഭാഗ എന്താ ചർച്ച ചെയ്യേണ്ടത്? പൊതുവിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം എന്താണെന്ന് തുടക്കത്തിൽ പറഞ്ഞത് ഇതിലെ പ്രത്യേക താല്പര്യം മനസ്സിലാകുമെന്ന്. എന്താണ് അത് പ്രത്യേക താല്പര്യം? ഈ വിഷയം പ്രതിപക്ഷത്തിന് ഒരു വിഷയം എപ്പോൾ ഉന്നയിക്കണം, ഏത് ദിവസം ഉന്നയിക്കണം എന്നുള്ള തീരുമാനമെടുക്കാൻ അധികാരമില്ല എന്നും ആ തീരുമാനം സർക്കാർ എടുക്കും, ഇന്ന വിഷയം ഇന്ന ദിവസം എടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കും എന്നാണോ അങ്ങ് പറഞ്ഞതിൽ നിന്നും ഞാൻ മനസ്സിലാക്കേണ്ടത്? ഇനി അങ്ങ് പറയുന്നു സർക്കാരാണോ പരോൾ തീരുമാനിക്കുക എന്ന് അങ്ങ് പറയുകയാണ്. അത് ഇപ്പോൾ പരോൾ ലഭിച്ച പ്രതികളുടെ കാര്യത്തിൽ അങ്ങ് പറയുകയാണെങ്കിൽ TP കേസിലെ ആദ്യത്തെ പരോൾ ലഭിച്ചത് UDF കാലത്താണല്ലോ എന്ന് പറയുന്നത്, അപ്പോൾ UDF സർക്കാർ തീരുമാനിച്ചു എന്നാണോ? എന്താണ് അങ്ങ് ആ പറയുന്ന കാര്യത്തിൽ ഒന്ന് വിശദീകരിക്കുക. പിന്നെ പരോൾ ഒരു തവണ പരോൾ ലഭിക്കാനേ പാടില്ല എന്നല്ല പറഞ്ഞതിനർത്ഥം. തുടർച്ചയായി പരോൾ ലഭിക്കുന്നു, പരോൾ കള്ളം പറഞ്ഞുള്ള പരോൾ നേടുന്നു, എന്നിട്ട് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഭരണപക്ഷത്തിൻ്റെ പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം എന്തൊക്കെയാണ് ജയിലിനകത്ത് ഇവർ ചെയ്തത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നാണ്. സുപ്രീം കോടതി തന്നെ പല ഘട്ടങ്ങളിലായി ചില പരാമർശങ്ങൾ നടത്തി നമ്മുടെ മുന്നിലുണ്ട്. ഇതൊക്കെ വരുമ്പോൾ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട CPയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രതികൾക്കാണ് ഈ തരത്തിൽ നിർബാധം പരോൾ ലഭിക്കുന്നത് എന്ന ആരോപണം വരുമ്പോൾ, അതിലെ ദിവസക്കണക്കടക്കം പുറത്തു വരുമ്പോൾ അങ്ങേക്കൊരു നിഖിൽ പൈലി വെച്ച് തിരിച്ചടിക്കാൻ പറ്റുമോ? അങ്ങനെ നിഖിൽ പൈലിക്കും ഇപ്പോൾ പ്രതിപക്ഷ നേതാവല്ലല്ലോ പരോൾ കൊടുത്തത്. ഈ ഘട്ടത്തിലാണെങ്കിൽ അത് നിങ്ങൾ കൊടുത്തു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ പരോൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആർക്ക് പരോൾ കൊടുത്താലും ഞാൻ ഒറ്റ കാര്യം പറയാം, ഒരു പ്രത്യേകമായിട്ടുള്ള സർക്കാർ ഇളവും പരോൾ അനുവദിക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ഒരു കേസിലെ പ്രതികൾക്കും. ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിൽ നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ആ കൊലപാതകങ്ങളിൽ എവിടെയാണ്, ഏത് ഇളവ് വരുത്തിയിട്ടാണ് സർക്കാർ അങ്ങനെ ഇടപെട്ട് പരോൾ കൊടുത്തിട്ടുള്ളത്? ഏത് പ്രതിക്കാ നോക്കേണ്ടത്? 3 വർഷമൊക്കെ തുടർച്ചയായി ചെറിയ ദിവസങ്ങളുടെ ഇളവേളകളിൽ പരോൾ ലഭിച്ച മറ്റു പ്രതികളെ അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാമുണ്ടെങ്കിൽ. അല്ല, ആ ഇളവിന്റെ കാര്യത്തില് 1000 ദിവസത്തെ കാര്യത്തിലാണ് സ്മൃതിയുടെ സംശയമെങ്കിൽ ആ സംശയം ഞാൻ പറഞ്ഞുതരാം. ആ ദിവസത്തിന്റെ കാര്യത്തിലാണ് സംശയമെങ്കിൽ ആ കാര്യം കൃത്യമായിട്ട് പറഞ്ഞുതരാം. അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് കോടതിയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിലോ ഒരു ഡയറക്ഷൻ ഉണ്ടോ? ഇങ്ങനെ അന്യായമായി കേരളത്തിലെ ഗവൺമെന്റ്, കേരളത്തിലെ CPM അനുഭാവമുള്ള പ്രതികൾ അവർ അകത്ത് കിടക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ പരോള് കൊടുക്കുകയാണെങ്കിൽ അത് എന്തിനെല്ലാം കോടതിയിൽ പോയി സ്മൃതി? എന്തിനാണ് ഇനി കഴിഞ്ഞ ദിവസം കുഞ്ഞികൃഷ്ണന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയതിൽ നിഷാദ് എന്ന 20 വർഷം തടവ് വിഷയം മാറ്റാതിരിക്കൂ. 20 വർഷം തടവ് ലഭിച്ച നിഷാദ് പ്രകടനത്തിൽ പങ്കെടുത്തതിന് പോയി കേസ് കൊടുക്കൂ എന്ന് പറഞ്ഞ CPM നേതാവുണ്ട്. അത് വേണമെങ്കിൽ അങ്ങ് കേസ് കൊടുത്താൽ മതിയെന്ന്. അങ്ങനെ പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാകും. എങ്ങനെയാണ് ഈ പരോൾ ലഭിക്കുന്നത്? അച്ഛന് സുഖമില്ല, അടിയന്തരമായി പുറത്തിറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ്. പരോളിന് ചട്ടങ്ങളുണ്ടല്ലോ. ഈ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണോ ഈ രാഷ്ട്രീയ പ്രതികൾ ഈ പരോളിൽ ഇറങ്ങുന്നത്? ഞാൻ പറഞ്ഞു വന്നതൊന്ന് മുഴുവനായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ താങ്കൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല. എനിക്ക് ഇടപെടുന്നതിലൊന്നും വിരോധമില്ല. പക്ഷേ അതൊരു പരിധി വിട്ടാവണ്ട. ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒറ്റ കാര്യമുള്ളൂ. രാഷ്ട്രീയ കേസുകളിൽ വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായി പ്രവർത്തിച്ചവർ തടവിലാക്കപ്പെടുന്ന കേസുകളിൽ ഒരു കേസിലും പ്രത്യേകമായിട്ട് ഒരു കേസിലെയും പ്രതികൾക്ക് പരോൾ ഇളവ് ചെയ്തു കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ല. നിലവിലുള്ള ചട്ടങ്ങൾ അനുസരിച്ചാണ് പരോൾ കൊടുത്തിട്ടുള്ളത്. UDFന്റെ കാലത്താണ് ഇങ്ങനെ ചട്ടം കൊണ്ടുവന്നത്. TP കേസിലെ പ്രതിയെ പ്രത്യേകമായി TP കേസിന്റെ കാര്യം പറയുമ്പോൾ TP കേസിലെ പ്രതികൾക്ക് ആദ്യമായിട്ട് പരോൾ അനുവദിച്ചിട്ടുള്ളത് UDFന്റെ കാലത്താണ്. ഈ കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഒരാൾക്കും അന്യായമായി പരോൾ നൽകുന്നതിനോടോ പരോൾ വ്യവസ്ഥകൾ ലംഘിച്ച് ഒരാളും ഏത് പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരായാലും അവർ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനോടോ CPMന് യോജിപ്പില്ല. അതിനെ CPIM പിന്തുണയ്ക്കുന്നുമില്ല. അടിയന്തര പ്രാധാന്യവുമായി ബന്ധപ്പെട്ട വിഷയമെന്ന നിലയിൽ ഇത്തരമൊരു സംഭവം നടന്നാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണെങ്കിൽ ആ തൊട്ടടുത്ത ദിവസം സഭയിൽ ഉന്നയിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറായില്ല എന്നേ പറഞ്ഞുള്ളൂ. ശരി, അങ്ങനെ പ്രതിപക്ഷം തയ്യാറാകാതിരുന്നത് വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ല, അതിനൊരു നോട്ടീസ് പോലും നൽകാൻ അവർ തയ്യാറായില്ല എന്നത് അത്ര പ്രാധാന്യമേ പ്രതിപക്ഷം അതിന് നൽകിയിട്ടുള്ളൂ എന്ന് നമുക്ക് ബോധ്യമാകുന്നതാണ് എന്ന് സഭയിൽ പറയില്ലേ? മുൻകൂട്ടി ഒരു അടിയന്തര പ്രമേയം അത് ചർച്ചയ്ക്കെടുക്കില്ല
നിങ്ങൾ ഉദ്ദേശിച്ച ദിവസം അല്ല, നടക്കാത്തതുകൊണ്ട് അടിയന്തര പ്രമേയം അനുവദിച്ചില്ല അല്ലേ? ചർച്ചയ്ക്കെടുക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ? ശരി. അതായത് TP വധക്കേസിലെ 3 പ്രതികൾക്ക് 1000-ലേറെ ദിവസം പരോൾ ലഭിച്ചു, 6 പ്രതികൾക്ക് 500 ദിവസത്തിലകം പരോൾ ലഭിച്ചു. ഇതൊരു തെറ്റായ പ്രവണതയാണ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ സർക്കാരിന് ഇടപെടാമല്ലോ. സർക്കാർ ഇങ്ങനെ നിർവികാരമായി മാറി നിന്ന് നോക്കിക്കാണേണ്ട ഒരു സാഹചര്യമില്ലല്ലോ. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന അല്ലെങ്കിൽ CPM-നെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു വിഷയമാകുമ്പോൾ അത് തെറ്റായ രീതിയാണെന്ന് കാണുമ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഇടപെടാം. എന്തുകൊണ്ട് ഇടപെട്ടില്ല? തെറ്റായ രീതിയാണെന്ന് കാണിച്ച് പറഞ്ഞോ? എവിടെ പറഞ്ഞു? കഷ്ടം. ഞാൻ പറയാം. ഇവിടെ കേരളം എത്ര കാലമായി ചർച്ച ചെയ്യുന്നതാണ് അഡ്വക്കേറ്റ് പ്രേംകുമാർ. ഈ പറയുന്ന ഈ 2 കേസുകളും ഇപ്പൊ തുടങ്ങിയതല്ല, അത് തുടക്കത്തിൽ പറഞ്ഞത് മാത്രം. അങ്ങ് പറഞ്ഞോളൂ. അങ്ങ് പറയണമെങ്കിൽ പെരിയ കേസിലെ രഞ്ജിത്തിന് 10ാം പ്രതിക്ക് തുടർച്ചയായി 3 മാസത്തിനിടയിൽ കിട്ടിയ പരോളും കുഞ്ഞികൃഷ്ണനെ എതിരെ പ്രകടനം നടത്തിയ നിഷാദിന് പ്രകടനം നടത്താൻ കിട്ടിയ പ്രത്യേക അനുമതിയും അങ്ങൊന്ന് വിശദീകരിച്ചാൽ മതി. ഏറ്റവും ഒടുവിലത്തെയാണല്ലോ. പ്രത്യേക അനുമതിയുടെ കാര്യം എത്ര പറഞ്ഞാലും സ്മൃതിക്ക് അത് മനസ്സിലാവില്ല. സ്മൃതി ഉദ്ദേശിക്കുന്ന ഉത്തരവും ഉദ്ദേശിക്കുന്ന ചോദ്യവും തന്നെ വേണം. ഞാനതിൽ പറഞ്ഞത്, എവിടെയാണ് കേരളത്തിലെ ഗവൺമെന്റ് അല്ലെങ്കിൽ മന്ത്രിസഭ പ്രത്യേകമായിട്ട് പരോൾ ഏതെങ്കിലും പ്രതികൾക്ക് ഇളവ് ചെയ്തു കൊടുത്തത്? അങ്ങനെയാണോ ചില കാര്യങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ? ഒരു സംഭവം പറയാൻ പറ്റുമോ? ശരി, അങ്ങ് ഉത്തരവാണ് ചോദിക്കുന്നത്. ശരി, റോജി പറയട്ടെ. റോജി, ഇന്ന് സഭയിൽ റോജി വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള പ്രതികരണം മന്ത്രി ശിവൻകുട്ടിയുടെ ഭാഗത്ത് വരികയാണ്. ഭയപ്പെടുത്താൻ നോക്കണ്ട എന്ന് അങ്ങയോട് പറയുന്നത് കേട്ടു. അത് വിഷയം മറ്റൊന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ പോലും നിങ്ങളുടെ കാലത്താണല്ലോ TP കേസിലെ പ്രതികൾ ആദ്യമായി പരോളിൽ പുറത്തിറങ്ങിയത് എന്ന മറു ചോദ്യമാണ് അഡ്വക്കേറ്റ് K പ്രേംകുമാർ ഉന്നയിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ അടിയന്തര പ്രാധാന്യം ഉണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ ഈ പറഞ്ഞ നിഷാദിന്റെ കാര്യത്തിൽ അന്ന് പരോളിലിറങ്ങിയ ദിവസം നിങ്ങൾ എന്തുകൊണ്ട് ഉന്നയിച്ചില്ല? സഭയുള്ള സമയത്ത് അത് ഉന്നയിച്ചില്ല. ഇന്ന് അതിന് പറ്റിയ ദിവസമല്ല എന്നാണ് സർക്കാർ കാണുന്നത്. മറുപടി. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയട്ടെ. ഒന്ന്, ഇത് എനിക്ക് പ്രേംകുമാറിന്റെ വർത്തമാനം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന് ഈ TP കേസിലെ പ്രതികൾക്ക് ഒരു അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒരു മുദ്രാവാക്യം വിളിക്കാനാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. പക്ഷെ അത് വിളിക്കുന്നതിനകത്തുള്ള ഔചിത്യക്കുറവ് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം അത് പുറത്തു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അവരെ ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം പെടുന്ന പാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ അതിലേക്ക് വരാം. ഒന്ന്, ഇത് ഡിസംബർ 26-നാണ് ഈ നിഷാദിന് ആദ്യമായിട്ട് പരോൾ അനുവദിക്കുന്നത്. അന്ന് നിങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചില്ലല്ലോ എന്ന്. ഡിസംബർ 26-ന് ഇവിടെ നിയമസഭാ സമ്മേളനം ഉണ്ടോ നമ്മളിത് നിയമസഭയിൽ ഉന്നയിക്കുവാനായിട്ട്? പിന്നെ അതിനുശേഷം വളരെയധികം നാളുകൾക്ക് ശേഷമാണ് നിയമസഭാ സമ്മേളനം ആരംഭിച്ചത്. ഇവിടെ എന്തുകൊണ്ടാണ് ഇതിന്റെ അടിയന്തര പ്രാധാന്യം? എനിക്ക് പ്രേംകുമാറിനോട് പറയാനുള്ളത്, മന്ത്രി MP രാജേഷ് നിയമസഭയിൽ പറഞ്ഞ വിവരക്കേട് അദ്ദേഹം തൊണ്ട തൊടാതെ ഇദ്ദേഹവും വിഴുങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് നമ്മൾ എന്താണ് ഇതിന്റെ അടിയന്തര പ്രാധാന്യം? ഇതിൽ 2 പ്രതികൾ, ആദ്യത്തെ പ്രതി നിഷാദ്, രണ്ടാമത്തെ പ്രതി നന്ദകുമാർ എന്ന് പറയുന്നത് കൊലപാതക കേസിൽ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ നന്ദകുമാറിന് പരോൾ അനുവദിച്ചത് 30-ാം തീയതിയാണ്. അതായത് ജനുവരി 30 എന്ന് പറയുന്നത് 3 ദിവസങ്ങൾക്ക് മുമ്പുള്ള ഒരു ദിവസമാണ്. ആ ദിവസം അതിനുശേഷം ഇന്നാണ് നിയമസഭാ സമ്മേളനം കൂടുന്നത്. അപ്പോ ഈ 30-ാം തീയതി അതിന്റെ സാഹചര്യം എന്താണ്? ആദ്യത്തെ പ്രതിയായിട്ടുള്ള നിഷാദിന് പരോൾ അനുവദിക്കുന്നു. നമ്മളതിനെ അദ്ദേഹത്തിന്റെ അച്ഛന് അസുഖം എന്ന് വേണമെങ്കിൽ കണ്ടുകൊണ്ട് നമുക്ക് ആദ്യത്തെ സ്വാഭാവികമായിട്ട് കാണാം. പക്ഷേ അത് 3 തവണ അദ്ദേഹത്തിന്റെ പരോൾ നീട്ടിക്കൊടുക്കുകയാണ്. ആദ്യം DGP ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പരോൾ നീട്ടിക്കൊടുക്കുന്നു. അതിനുശേഷം സർക്കാർ ഇടപെട്ട് അദ്ദേഹത്തിന്റെ പരോൾ വീണ്ടും നീട്ടിക്കൊടുക്കുന്നു. അങ്ങനെ നിഷാദ്, പുറത്ത് നിൽക്കുന്ന നിഷാദ് പ്രകടനത്തിൽ ഉൾപ്പെടെ പങ്കെടുത്ത കാര്യങ്ങൾ നമ്മളിവിടെ സംസാരിച്ചു, നമ്മളോട് ചർച്ച ചെയ്തു. അവിടെ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ നിഷാദ് പരോൾ അവസാനിച്ച് ജയിലിലേക്ക് കയറിയ ദിവസം, അതായത് 29-ാം തീയതി അദ്ദേഹം തിരിച്ച് ജയിലിലേക്ക് പോകുന്നു. അതിനടുത്ത ദിവസം 30-ാം തീയതി, അതായത് 3 ദിവസങ്ങൾക്ക് മുമ്പ് രണ്ടാമത്തെ പ്രതിയായിട്ടുള്ള നന്ദകുമാറിന് പരോൾ അനുവദിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് പയ്യന്നൂരിൽ ഇപ്പോൾ നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങളുമായിട്ട് ഇതിനെ ചേർത്ത് കാണണം. അതായത് അവിടെ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന CPM-ന്റെ നേതാവ് ഉന്നയിച്ചിരിക്കുന്ന, അവിടുത്തെ MLA-ക്കെതിരെയും പാർട്ടി നേതൃത്വത്തിനെതിരെയും ഒക്കെ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ നിലനിൽക്കുന്നു. അദ്ദേഹത്തിനെതിരെ വലിയ കൊലവിളി പ്രസംഗങ്ങൾ CPM-ന്റെ നേതാക്കന്മാർ അവിടെ നടത്തുന്നു. ഈ കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്ന ആളുകളുടെ ബൈക്ക് കത്തിക്കുന്നു. അത്തരം ഒരു പ്രകടനത്തിലാണ് ഈ നിഷാദ് എന്ന് പറയുന്ന ആദ്യത്തെ പ്രതി പങ്കെടുക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നത്, അവിടെ ഒരു ഭീതിയുടെ അന്തരീക്ഷം പയ്യന്നൂരിൽ നിലനിർത്തുന്നതിന് വേണ്ടി ഈ കുഞ്ഞികൃഷ്ണൻ അനുകൂലികളായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണയോ തന്നെയോ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ ബോധപൂർവമായി കൊലക്കേസിലെ പ്രതികളെ, ബോംബ് കേസിലെ പ്രതികളെ ജയിലിന് പുറത്തു കൊണ്ടുവന്ന് പയ്യന്നൂരിൽ ഒരു ഭീതിയുടെ അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി പാർട്ടി, സർക്കാർ ബോധപൂർവമായി
ഒന്നിനു പുറകെ ഒന്നായി ഈ പ്രതികൾക്ക് പരോള് കൊടുത്ത് എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തി അവരെ പുറത്തുവിടുകയാണ്. ഇതാണ് ഈ വിഷയത്തിന്റെ അടിയന്തര പ്രാധാന്യത്തിൽ ഞങ്ങൾ ഇന്നേ ദിവസം, അതായത് 30-ാം തീയതിക്ക് ശേഷം നിയമസഭ കൂടുന്ന ആദ്യത്തെ ദിവസമായിട്ടുള്ള ഇന്ന് ഇത് അടിയന്തര പ്രമേയമായി നിയമസഭയിൽ കൊണ്ടുവരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഒരു വിഷയം സഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവരണോ സബ്മിഷനായി കൊണ്ടുവരണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പ്രതിപക്ഷം, അത് ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളത് കൊണ്ടുവരുന്നത്. ഞാൻ ചോദിക്കട്ടെ, റിപ്പോർട്ടർ ടിവിയിലെ ഒരു വിഷയം, വൈകുന്നേരത്തെ ചർച്ചയ്ക്കെടുക്കേണ്ട വിഷയം ഉച്ചക്കത്തെ വാർത്തയിൽ ഒരു പരാമർശം നടത്തി പോയാൽ മതിയോ? നിങ്ങൾ വൈകുന്നേരത്തെ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത് എന്താണ്? ആ വിഷയത്തിന്റെ പ്രാധാന്യം അത്രയധികം ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ വിഷയം വേണമെങ്കിൽ നിങ്ങൾ വാർത്ത വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു വാർത്ത വായിച്ച് പൊക്കോളൂ എന്ന് പറയുന്ന ഔദാര്യം, നിങ്ങളിത് സബ്മിഷൻ അവതരിപ്പിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിന് എന്ത് പ്രാധാന്യമാണ്? സബ്മിഷൻ അവതരിപ്പിച്ചാൽ അവിടെ എന്ത് ചർച്ചയാണ് ഉണ്ടാവുക? സബ്മിഷൻ അവതരിപ്പിച്ചാൽ ചർച്ച നടത്താൻ സാധിക്കുമോ? നമുക്ക് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കുമോ? പ്രതിപക്ഷ നേതാവിനോട് രണ്ടാമത് സംസാരിക്കാനുള്ള അവസരം കിട്ടുമോ? അപ്പോൾ ഒരു തരത്തിലുമുള്ള ചർച്ച ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കാൻ പാടില്ല എന്ന് CPM-ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പോലും ഹാജരാവാതെ ഈ വിഷയം ഇന്ന് അവതരിപ്പിക്കാൻ പോലും അനുവദിക്കാതെ ഇത് തള്ളിക്കളയുന്നത്. ഇനി ഞങ്ങൾ നിയമസഭയിൽ പ്ലക്കാർഡുകൾ കൊണ്ടിരുന്ന കാര്യം ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ നിയമസഭയിൽ അടിയന്തര പ്രമേയം ഞങ്ങൾ കുറെ ചർച്ചയ്ക്കെടുത്തു എന്ന്. പക്ഷെ CPM പ്രതിരോധത്തിലാവുന്ന, അല്ലെങ്കിൽ പോലീസ് പ്രതിരോധത്തിലാകുന്ന, പാർട്ടി പ്രതിരോധത്തിലാകുന്ന വിഷയങ്ങൾ വരുമ്പോൾ അത് ചർച്ചയ്ക്കെടുക്കാതെ അടിയന്തര പ്രമേയം അത് അവതരിപ്പിക്കാൻ പോലും അനുവദിക്കാതെ തള്ളിയതിലും ഏറ്റവും കൂടുതൽ റെക്കോർഡുള്ളത് ഇതേ നിയമസഭയ്ക്ക് തന്നെയാണ്. കാരണം എന്താ, പാർട്ടിയെ പ്രതിരോധത്തിലാവുന്ന ഒരു വിഷയം സഭയിൽ ചർച്ചയ്ക്കെടുക്കാൻ പാടില്ല. ഇനി KK രമ പ്രത്യേകിച്ച് ഒരു വിഷയം അവതരിപ്പിക്കുകയാണെങ്കിൽ അതിന് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതാണെങ്കിൽ അത് ഒരു കാരണവശാലും സഭയിൽ അനുവദിക്കില്ല. ഈ നിലപാട് സർക്കാർ കഴിഞ്ഞ കുറെ കാലങ്ങളായി തുടർന്നു വരികയാണ്. ഞങ്ങൾക്കത് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ നേരത്തെ സഭയിൽ അങ്ങനെ പറയാൻ പറ്റുമോ? കാരണം മുഖ്യമന്ത്രി CPM-ന്റെ ജാഥ തുടങ്ങിയിരിക്കുകയാണ്. ജാഥ കണ്ണൂരിലെത്തുമ്പോൾ മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനായി പോയതാണ്. രാഷ്ട്രീയമാണല്ലോ ആത്യന്തികമായ വിഷയം. മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഇതിന് മറുപടി പറയണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി പ്രതിരോധത്തിലാവുന്ന ഒരു ഘട്ടം വന്നാൽ, അത്തരത്തിലൊരു വിഷയം വന്നാൽ അത് സഭയിൽ ചർച്ചയ്ക്കെടുക്കില്ല എന്ന തീരുമാനമാണ് ഇവരുടെ ഭാഗത്തുനിന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ പ്രതിപക്ഷം എന്ന നിലയിൽ സഭയ്ക്കകത്ത്, സഭയിലെ ഒരു ഫ്ലോർ മാനേജ്മെന്റ് ഉണ്ടല്ലോ, ആ ഫ്ലോർ മാനേജ്മെന്റിന്റെ ഭാഗമായി ഞങ്ങൾ ആലോചിക്കും, ഇവർ വിഷയം ചർച്ചയ്ക്കെടുത്താൽ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത്, വിഷയം അവതരിപ്പിക്കാൻ അനുവദിച്ചിട്ടില്ലെങ്കിൽ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത്. ഇതിനെല്ലാം തയ്യാറെടുത്തുകൊണ്ടാണ് ഞങ്ങൾ സഭയിലേക്ക് പോകുന്നത്. അല്ലാണ്ട് രാവിലെ കയ്യും വീശിയല്ല ഞങ്ങൾ സഭയിലേക്ക് പോകുന്നത്. ഞങ്ങൾ രാവിലെ കൃത്യമായി പാർലമെന്ററി പാർട്ടി കൂടി എന്ത് നിലപാട് സഭയ്ക്കകത്ത് സ്വീകരിക്കണമെന്ന് കൃത്യമായി ചർച്ച ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറെടുപ്പുകളോട് തന്നെയാണ് ഞങ്ങൾ സഭയിലേക്ക് പോയത്. ഞങ്ങളുടെ അടുത്ത് പ്ലക്കാർഡുകൾ ഉൾപ്പെടെയുണ്ട്. കാരണം ഇവരുടെ സമീപനം എന്തായിരിക്കും അതിനനുസരിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രതികരണം ഞങ്ങൾ സഭയിൽ നടത്തണ്ടേ? അല്ലാണ്ട് ഇവര് സഭയ്ക്കകത്ത് ഒരു പ്രതികരണം നടത്തുമ്പോൾ ഞങ്ങൾ അന്നേരം അന്വേഷിച്ച് പോയാൽ മതിയോ? ഞങ്ങൾ പ്ലക്കാർഡ് അടിക്കാൻ വേണ്ടി അന്നേരം പോയാൽ മതിയോ? അപ്പൊ ഞങ്ങൾ കൃത്യമായ തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് ഞങ്ങൾ സഭയ്ക്കകത്ത് വരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്, എന്തുകൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമില്ലാത്തത് എന്ന് ഞങ്ങൾ ചോദിച്ചതും, ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചതും, ഞങ്ങൾ പ്ലക്കാർഡ് ഉയർത്തിയതുമൊക്കെ. അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണേണ്ടുന്ന കാര്യം, ഇവിടെ CPM എന്ന് പറയുന്ന പാർട്ടി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് കൊലപാതക കേസ് ഉണ്ടായാലും, പ്രത്യേകിച്ച് രാഷ്ട്രീയ കൊലപാതക കേസുകൾ ഉണ്ടാകുമ്പോൾ ആ കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഒരു സംരക്ഷണ കവചമൊരുക്കുന്നു. അവർക്ക് അനധികൃതമായിട്ട് പരോൾ അനുവദിക്കുന്നു. പരോൾ അനുവദിക്കുന്നതിൽ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഉന്നതനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൈക്കൂലി മേടിച്ചു എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അനധികൃതമായി പരോള്, യഥേഷ്ടം പരോൾ അനുവദിക്കുകയാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, UDF ഒരു പ്രതിക്ക് പരോൾ അനുവദിക്കുന്നത് ചട്ടങ്ങൾക്കനുസൃതമായി പരോൾ അനുവദിക്കുന്നതിന് നമ്മൾ ആരും എതിരല്ല. പക്ഷേ 900-ലധികം ദിവസം, 1000-ലധികം ദിവസം എന്ന് പറഞ്ഞാൽ 3 വർഷത്തിലധികം ഒരു പ്രതിക്ക് തുടർച്ചയായിട്ട് പരോൾ അനുവദിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് ഒരു കേസിൽ മാത്രം പ്രതികളായിട്ടുള്ള ആളുകൾക്ക് ഇത്രയധികമായി പരോൾ അനുവദിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിലുള്ള അസ്വാഭാവികത, അതിനുള്ള രാഷ്ട്രീയ സംരക്ഷണം, അതിന് പിറകിൽ ആരൊക്കെ ചരട് വലിക്കുന്നു, ഇതല്ലേ ഇവിടുത്തെ പ്രശ്നം. അതല്ലേ സുപ്രീം കോടതി പോലും ഇടപെട്ട ആ വിഷയങ്ങൾ ചോദിക്കാനുണ്ടായ കാരണം. അപ്പോൾ അങ്ങനെ ആ പ്രതികൾക്ക് പരോൾ അനുവദിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ആ പ്രതികളുടെ ജയിലിനകത്തുള്ള പ്രവർത്തനത്തെക്കുറിച്ച് നമുക്കറിയാം, പെരുമാറ്റത്തെക്കുറിച്ച് നമുക്കറിയാം. അവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള സൗകര്യം അവർക്ക് ഒരുക്കി കൊടുക്കുന്നു. അവർക്ക് യഥേഷ്ടമായിട്ട് മദ്യം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അവരെ വേറൊരു കേസിൽ തെളിവെടുപ്പിനായിട്ട് അല്ലെങ്കിൽ വിചാരണയ്ക്കായിട്ട് കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോലീസ് കാവല് നിന്നുകൊണ്ട് അവർക്ക് മദ്യം കഴിക്കാനായിട്ടുള്ള സൗകര്യം കൊടുക്കുകയാണ്. ഇങ്ങനെ കേരളത്തിൽ ആർക്കാണ് പോലീസ് സംരക്ഷണത്തില് കള്ളു കുടിക്കാനുള്ള സൗകര്യം കിട്ടുക? TP കേസിലെ പ്രതികൾക്ക് മാത്രമാണ് അത് കിട്ടുക. അത് മാത്രമല്ല, അവർ ജയിലിനകത്ത് ഇരുന്നുകൊണ്ട് കൊട്ടേഷൻ കേസുകളിൽ ഉൾപ്പെടെ ഇടപെടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നിലയിൽ ഈ കേസിലെ പ്രതികൾക്ക് എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് അനധികൃതമായിട്ട് പരോൾ അനുവദിക്കുകയും
അവർ പുറത്തിറങ്ങി വന്ന് നാട്ടിലുള്ള ആളുകളെ ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ഒരു ഭയപ്പാടിന്റെ അന്തരീക്ഷം സമൂഹത്തിൽ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഇത് ഞങ്ങൾ നിയമസഭയിൽ ചർച്ച ചെയ്യാണ്ട് പിന്നെ വേറെ എവിടെ പോയാൽ ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടത്? അപ്പോൾ അത് ചർച്ച ചെയ്യില്ല എന്നുള്ള CPM-ന്റെ പിടിവാശിയാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത്. അതിനെതിരായിട്ടുള്ള ഞങ്ങളുടെ പ്രതിഷേധമാണ് ഞങ്ങൾ സഭയിൽ ഉന്നയിച്ചത്. അത് ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. സഭയിൽ ഇത് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എങ്കിൽ ഞങ്ങളിത് ജനങ്ങളോട് ഞങ്ങൾ പറയുന്നേ. അത് ഞങ്ങൾ ന്യായീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ ഇത് ചർച്ചയ്ക്ക് എടുക്കാഞ്ഞതെന്ന ചോദ്യം കൂടി അവിടെ വരും. ശ്രീ സജീവൻ, KC രാമചന്ദ്രൻ TP കേസിലെ 8ാം പ്രതിക്ക് കിട്ടിയത് 1081 ദിവസമാണ് പരോൾ. ട്രൗസർ മനോജ് എന്ന പേരിൽ അറിയപ്പെടുന്ന മനോജിന് 1068 ദിവസം, അണ്ണൻ സജിത്ത് എന്ന 6ാം പ്രതിക്ക് കിട്ടിയത് 1078 ദിവസം, TK രജീഷിന് 940, KK മുഹമ്മദ് ഷാഫിക്ക് 656, കിർമാണി മനോജിന് 851, MC അനൂപിന് 900, ഷിനോജിന് 925, PV റഫീഖിന് 752. ഇതിൽ കൊടിസുനിക്ക് 7 മാസത്തിനിടെ 60 ദിവസം പരോൾ ലഭിക്കുന്നു എന്നടക്കമുള്ള ഈ കണക്കുകളും വിവരങ്ങളൊക്കെ ഇതിനു മുമ്പ് തന്നെ പലതവണ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കുഞ്ഞികൃഷ്ണനെതിരായ പ്രതിഷേധ പ്രകടനം, പയ്യന്നൂരിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ 20 വർഷം തടവ് ശിക്ഷ വിധിക്കപ്പെട്ട നിഷാദും പ്രകടനത്തിൽ പങ്കെടുത്ത വാർത്തയെ നമ്മൾ നൽകുന്നു. അപ്പോൾ ഇതിനൊരു അടിയന്തര പ്രാധാന്യമില്ല, ഇതിപ്പോൾ കേരളം ചർച്ച ചെയ്യേണ്ട വിഷയമല്ല എന്നെങ്ങനെയാണ് സർക്കാരിന് അല്ലെങ്കിൽ ഭരണപക്ഷ പാർട്ടിക്ക് തീരുമാനിക്കാനാവുക? സ്മൃതി, എങ്ങനെയാണ് ഇതിനൊക്കെ ന്യായീകരണം പറയാൻ പറ്റുക? സ്റ്റാൻ സ്വാമി എന്ന ഒരു പാവം വൈദികൻ ജീവിതത്തിൻ്റെ അന്ത്യം വരെ ജാമ്യം കിട്ടാതെ അദ്ദേഹത്തിന് അനാരോഗ്യം മൂലം ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ സ്ട്രോക്ക് വേണ്ടി അപേക്ഷിച്ചിട്ട്, ഒരു സിപ്പറിന് അപേക്ഷിച്ചിട്ട് അതുപോലും കൊടുക്കാതെ അദ്ദേഹത്തെ കൊന്ന ഒരു നിയമം നിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ. ആ രീതിയിലൊക്കെ അത്രയും കർക്കശമായിട്ടുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം ആരെയും കൊന്നിട്ടില്ല. ഇവിടെ TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തി എന്നല്ലല്ലോ നമ്മൾ പറയേണ്ടത്. 52 വെട്ട്, ഇറച്ചി വെട്ടും പോലെ 52 വെട്ടിയിട്ട് നുറുക്കി കൊന്നതല്ലേ? അങ്ങനെയുള്ള ആളുകളെ കുറ്റവാളികൾ, നമ്മളിവിടെ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളിയാണ്, പ്രതി പോലുമല്ല. അങ്ങനെയുള്ള കൊടും കുറ്റവാളികളെയാണ് അവർക്കാണ് ഇത്രയും ജാമ്യം കിട്ടിയിട്ടുള്ളത്. ഇതിനെന്ത് ന്യായീകരണമാണുള്ളത്? ചന്ദ്രശേഖരൻ ഏത് കുറ്റവാളിയാണെങ്കിലും കോടതി ശിക്ഷിച്ചിട്ട് എത്ര കാലത്തേക്ക് ശിക്ഷിക്കുമ്പോൾ ഓരോരോ ന്യായീകരണങ്ങൾ. ഇപ്പോൾ പിതാവിന്, അച്ഛന് സുഖമില്ല എന്നതിൻ്റെ പേരിൽ ജാമ്യം കൊടുക്കുന്നു, കുടുംബത്തോടൊപ്പം നിൽക്കാൻ ജാമ്യം കൊടുക്കുന്നു. അത് എങ്ങനെയുള്ള ആളുകൾക്കാണ്? അതിഭീകരമായിട്ട് ഒരിക്കൽ പോയി ഒരു കുത്തിനോ 2 കുത്തിനൊക്കെ ആളുകൾ മരിച്ചു പോകുന്ന കേസുകളുണ്ട്. അതിന് വേണമെങ്കിലും ആ രീതിയിൽ പെട്ടെന്നുണ്ടായ വികാര വിക്ഷേപം കൊണ്ട് ആണെന്നൊക്കെ പറയാം. ഇവിടെ അതല്ലല്ലോ. ഇറച്ചി വെട്ടും പോലെ 52 വെട്ട്, അതിനപ്പുറത്തേക്ക് വെട്ടാൻ സമയം കിട്ടാത്തതുകൊണ്ടായിരിക്കാം. അങ്ങനെ വെട്ടിക്കൊന്ന കുറ്റവാളികൾക്ക് ജാമ്യം കിട്ടുന്നു. ഒരാളെപ്പോലും, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളായിരുന്നു സ്റ്റാൻ സ്വാമി. അദ്ദേഹം ഒരു പക്ഷത്ത്, അദ്ദേഹം നക്സലൈറ്റ് ആയിരുന്നു, ഒക്കെ കാര്യങ്ങളൊക്കെ വേറെ കാര്യം. അതൊന്നും അല്ല എന്നുള്ളതായിരുന്നു നമുക്കറിയാം. പക്ഷേ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജയിലിലെ മരണമെന്ന് പറയുന്നത് നരകിച്ച് മരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇവർക്ക് ജാമ്യം കൊടുക്കുക എന്ന് പറയുന്നത് ഇത്രയും ദിവസങ്ങൾ, അതിന് ഏത് രീതിയിലാണ് ന്യായീകരിക്കാൻ പറ്റുക? പിന്നെ ഇതിൻ്റെ അടിയന്തര പ്രാധാന്യം എന്ന് പറയുന്നത് ഇതാണ്. സുപ്രീം കോടതി പോലും ചോദിച്ചാണ് എന്തുകൊണ്ട് ഈ TP വധക്കേസിലെ പ്രതികൾക്ക് ഇങ്ങനെ ജാമ്യം കിട്ടുന്നു. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞ പോലെ ഇവരെ കുടുംബത്തോടൊപ്പം നിൽക്കാനാണെങ്കിൽ പിന്നെ ശിക്ഷിച്ചിട്ട് കാര്യമില്ല. അവർ ശിക്ഷിച്ചു, ഇത്ര കൊല്ലത്ത് ജീവപര്യന്തം ശിക്ഷിച്ചു. അവർക്ക് കുടുംബത്തോടൊപ്പം നിൽക്കണമെങ്കിൽ എന്നാൽ പൂർണ്ണമായിട്ട് കുടുംബത്തോടൊപ്പം നിൽക്കട്ടെ തീരുമാനിച്ച മതിയല്ലോ. കുറച്ചു കാലത്തെ പരോൾ മാത്രം പോരല്ലോ, അതിനുശേഷവും കുടുംബത്തോടൊപ്പം നിൽക്കാൻ അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അവർ കുടുംബത്തിന് താല്പര്യം ഉണ്ടാവില്ലേ? അങ്ങനെയാണെങ്കിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ കുടുംബമുണ്ടാക്കാൻ തീരുമാനിക്കുന്നതും പരോളിലിറങ്ങി കുടുംബജീവിതം തുടങ്ങുന്നവരുണ്ട്. ആ കുടുംബജീവിതം തുടങ്ങുമ്പോൾ ആശീർവദിക്കാൻ എത്തുന്ന സഭയെ നിയന്ത്രിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഈ 10 വർഷത്തിനിടയിൽ കേരളം കാണുന്നുണ്ട്. അതെ, ഇത്രയും സത്യത്തിൽ ഇതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും തരത്തിൽ ന്യായീകരിച്ച് സംസാരിക്കുന്ന പോലും മനുഷ്യത്വരഹിതമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത്ര ഭീകരമായി ഈ ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട സമയത്ത് നമ്മളെല്ലാവരും പറഞ്ഞു, നമ്മൾ മാത്രമല്ല, ചന്ദ്രശേഖരനുമായിട്ട് അടുപ്പമുള്ള ആളുകൾ പോലുമല്ല, അല്ലാത്ത ആളുകൾ, ചന്ദ്രശേഖരൻ ആരാണ് എന്നറിയാത്ത ആളുകൾ പോലും പറഞ്ഞു ഇനി ഇത്തരത്തിലൊരു മരണം ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ
ക്രൂരമായിട്ട് ആരും കൊല്ലപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് ചെയ്ത ആളുകൾക്ക് ആ കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ കിട്ടണമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം ശിക്ഷയല്ല കിട്ടുന്നത്, അവർക്ക് രക്ഷയാണെന്നാണല്ലോ വരുന്നത്. സ്വാഭാവികമായിട്ടും അതിനെ ഏത് രീതിയിൽ ന്യായീകരിക്കാൻ പറ്റും? ഇനി അടിയന്തര പ്രാധാന്യമുള്ളതാണെങ്കിൽ ഇല്ലെങ്കിൽ പോലും സഭയിൽ അത് ചർച്ച ചെയ്ത, കാരണം സുപ്രീം കോടതി പോലും ചോദിച്ച ചോദ്യമാണ്, എന്തുകൊണ്ട് കിട്ടുന്നു? ഇതാണ് സത്യത്തിൽ ചർച്ച ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഇത്തരം പ്രതികൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പരോള് കിട്ടുന്നത്? ആ പരോള് കിട്ടാൻ ഉള്ളൊരു സാധ്യതയെക്കുറിച്ചാണല്ലോ നമ്മൾ നോക്കേണ്ടത്. അതിനെക്കുറിച്ച് സുപ്രീം കോടതി പോലും ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ അത് ചർച്ച ചെയ്താൽ എന്താണ്? ഇനി പ്രതിപക്ഷം പറയുന്ന മുഴുവൻ എന്താണ്, ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അത് ഇപ്പോൾ പരോള് കൊടുത്തിട്ടുള്ള മുഴുവൻ അവർക്ക് നിയമപ്രകാരമാണ് എങ്കിൽ ആ ചർച്ചക്കിടയിൽ ഇത് കൃത്യമായിട്ട് പറയാമല്ലോ. നിയമപ്രകാരമാണ് കൊടുത്ത് ഇന്ന നിയമപ്രകാരം അവർക്ക് പരോള് കൊടുത്തു, അങ്ങനെ കൊടുക്കാൻ പ്രൊവിഷനുണ്ട് എങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് ആ നിയമം വെച്ചുകൊണ്ട് ബാക്കിയുള്ള ജയിലിൽ കഴിയുന്ന കുറ്റവാളികൾക്ക് ഇതേപോലെ പരോൾ വാങ്ങി പോകാൻ പറ്റുമല്ലോ. അവർക്കെന്താ ഇത് പുളിക്കുന്ന കാര്യമാണോ? അപ്പോൾ അവർക്കും കുടുംബമില്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ജനം ചോദിക്കും. ജനത്തിന്റെ ചോദ്യമാണ് പ്രതിപക്ഷം അവിടെ ചോദിച്ചത്. അവരെന്തുകൊണ്ട് നേരത്തെ വാദം കൂടി കേട്ടല്ലോ അങ്ങ്. അതെ, സർക്കാരിന് പങ്കില്ലെങ്കിൽ ഇത് കൊടുത്ത സത്യത്തിൽ വേണമെങ്കിൽ എന്താണ് സാങ്കേതികമായിട്ട് പറയാം, പരോൾ അനുവദിക്കുന്നത് ജയിൽ ഉദ്യോഗസ്ഥന്മാരാണ്, ജയിലിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ്, സർക്കാരല്ല പരോൾ അനുവദിക്കുന്നത് വേണമെങ്കിൽ ആ രീതിയിൽ പറയാം. പരോൾ അനുവദിക്കാൻ വേണ്ടിയിട്ട് കൈക്കൂലി വാങ്ങി എന്ന് പറയുന്ന ആ ഉന്നത ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്താൽ മാത്രം മതിയോ? ആ സർക്കാർ സത്യത്തിൽ നമ്മൾ പല ആളുകളെയും പിരിച്ചുവിട്ടു, അത് നിയമവിരുദ്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ പിരിച്ചുവിട്ടു, അങ്ങനെ പിരിച്ചുവിടണ്ടേ? അതുപോലെ നടക്കാത്തതാണ്. അപ്പോൾ മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം, പരോൾ അനുവദിക്കുന്നത് ഈ ഉദ്യോഗസ്ഥനൊന്നുമല്ല, സർക്കാരിൻ്റെ താല്പര്യം. പ്രത്യേകിച്ച് രാഷ്ട്രീയ കുറ്റവാളികളാണെങ്കിൽ അവർക്ക് പരോൾ അനുവദിക്കുന്നത് അതത് കാലത്ത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യം വെച്ചുകൊണ്ട് തന്നെയാണ്. കോൺഗ്രസ്സുകാരായിട്ടുള്ള പ്രതികൾക്ക് പാർട്ടി അംഗീകരിച്ചിട്ടില്ലല്ലോ. എങ്ങനെയാണ് പാർട്ടി വിട നൽകിയതെന്ന് നമ്മുടെ മുന്നിലുണ്ട്. ശിക്ഷിക്കപ്പെട്ട ആളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെട്ട ആളുകൾ സ്വാഭാവികമായിട്ട് അവർ കുറ്റവാളികളാണ്. ഞങ്ങൾക്കത് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നിയമത്തിൽ, ഈ ബൂർഷ്വാ നിയമത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറയണം, അത് പരസ്യമായി പറയണം. അത് ഈ കോടതിയെ വേണമെങ്കിൽ അവർക്ക് അനുസരിക്കാതിരിക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷെ അതല്ലാതെ ഇവിടെ നിലവിലുള്ള നിയമം ഇപ്പോഴത്തെ സംവിധാനത്തിൽ, ഇപ്പോഴത്തെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഉള്ള നിയമമാണല്ലോ ഇവിടെയുള്ളത്. ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ള ഭരണഘടനാ സ്ഥാപനമാണല്ലോ കോടതിയും മറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കോടതി ശിക്ഷിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിശ്വാസമില്ല എങ്കിൽ പോലും ആ ആൾ കുറ്റവാളിയാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ പ്രതി എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിക്കാത്തത്. കാരണം ശിക്ഷിക്കപ്പെട്ട ഒരാളെ കുറ്റവാളി എന്ന് തന്നെയാണ് പറയേണ്ടത്. അങ്ങനെയുള്ള കുറ്റവാളികൾക്ക് ഇത് കൊടുക്കുമ്പോൾ അതിന് ഇത്രയും ദിവസത്തേക്ക് പരോൾ കൊടുത്തുകൊണ്ടിരിക്കും, തുടർച്ചയായിട്ട് പരോൾ കൊടുക്കുന്ന അതിനെ ന്യായീകരണം പറയുന്നു കുടുംബത്തോടൊപ്പം എന്നാണെങ്കിൽ അതിനെ എല്ലാവരും, അത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ലാതെ ചോദ്യം ചെയ്യാണ്. സർക്കാരിൻ്റെ ബാധ്യതയല്ല, സർക്കാരല്ല ഇത് ചെയ്യുന്നതെങ്കിൽ സർക്കാരൻ ഇവിടെ നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ നിയമസഭയിലേക്ക് അയക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ഓരോരുത്തരും ചോദിക്കണം എന്തുകൊണ്ട് കൊടുത്തു. കുടുംബത്തോടൊപ്പം നിൽക്കാൻ ബാക്കിയുള്ള ആളുകൾക്കും ബാധ്യതയില്ലേ? എത്രയോ ആളുകൾ അറിയാതെ കൊലപാതകം ചെയ്തു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രത്യേക സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ, മാനസിക പ്രശ്നത്തിൻ്റെ പേരിൽ ഒക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഇതേ കാര്യത്തിൽ കുടുംബത്തോടൊപ്പം നിൽക്കാൻ താല്പര്യം ഉണ്ടാവില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും നിയമം കർക്കശമാക്കുകയാണ് വേണ്ടത്. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ന്യായീകരിക്കുകയല്ല. ഇത് നിയമ സംവിധാനത്തിൻ്റെ പാളിച്ചകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ നിയമനിർമ്മാണ സഭ ഇരുന്ന് ചർച്ച ചെയ്യണം. ഞങ്ങൾ 2-3 ദിവസം ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്തോളൂ, എന്നിട്ട് അത് പരിഹരിക്കുകയാണ് വേണ്ടത്. അടിയന്തര പ്രമേയം കൊണ്ടുവരൂ, നമുക്കിരുന്ന് ചർച്ച ചെയ്യാം എന്ന് പറയുന്ന സർക്കാരാണ്. ഈ വിഷയം ആ രൂപത്തിലെടുക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മടങ്ങിയെത്താം അഡ്വക്കേറ്റ് പ്രേംകുമാർ. യഥാർത്ഥത്തിൽ ഈ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ വിഷയം, ധൻരാജ് രക്തസാക്ഷി ഫണ്ട് എങ്ങനെ പാർട്ടി തട്ടിച്ചു, അല്ലെങ്കിൽ പാർട്ടിയിലെ ചില നേതാക്കൾ തട്ടിച്ചു എന്നുള്ള ആരോപണം, അതുമായി ബന്ധപ്പെട്ട് നടന്നതാണല്ലോ പ്രതിഷേധം. അവിടെയാണല്ലോ ഈ നിഷാദ് എന്ന് പറഞ്ഞ 20 വർഷം തടവ് ശിക്ഷ വിധിക്കപ്പെട്ടയാൾ പ്രകടനത്തിൽ പങ്കെടുത്തത്. ഈ വിഷയമൊക്കെ ചർച്ചയാകുമ്പോൾ സ്വാഭാവികമായും കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച വിഷയം കൂടി ചർച്ചയ്ക്ക് വരും എന്നതാണോ യഥാർത്ഥത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതേയില്ല എന്ന തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം?
ഞാൻ ആദ്യം ഇവിടെ പ്രതികരിച്ച ചില വിഷയങ്ങളോടൊന്ന് പറഞ്ഞു പോവാം. അതിലൊന്ന്, എന്നാണ് ഇതിലെ പ്രതിക്ക് പരോൾ അനുവദിക്കുന്നത്? ജനുവരി 8-നാണ്. ജനുവരി 8-ന് ശേഷം അസംബ്ലി ചേർന്നിട്ടില്ലേ? ഇദ്ദേഹത്തിന് പരോൾ അനുവദിച്ചത് നിയമപരമല്ല എന്നാണോ UDFന്റെ വാദം? എങ്ങനെയാണ് ഒരു ശിക്ഷിക്കപ്പെട്ടയാൾക്ക് പരോൾ അനുവദിക്കുന്നത്? പരോൾ എന്ന് പറഞ്ഞാൽ ലീവാണ്. സാധാരണ ലീവും ഉണ്ട്, അടിയന്തര സാഹചര്യത്തിൽ അനുവദിക്കുന്ന പ്രത്യേക ലീവും ഉണ്ട്. 2 വർഷം ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾക്ക് 2 വർഷത്തിന് ശേഷമേ ലീവ് തന്നെ അനുവദിക്കുകയുള്ളൂ. TK രജീഷ് എത്ര കാലം ജയിലിൽ കിടന്നു? അയാൾക്ക് TK രജീഷ് മാത്രമല്ല, ഞാനിവിടെ ഒരു പേര് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ആ പേര് പറയാൻ, നിലവിൽ 7 വർഷത്തിലേറെ ജയിലിൽ കിടന്നയാളാണ്. അവർക്ക് സാധാരണ നിലയിൽ ലീവിന് അനുവദിക്കാൻ, പരോളിന് അനുവദിക്കാൻ അപേക്ഷ കൊടുക്കാൻ പറ്റും. ആ അപേക്ഷ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ലീവ് അനുവദിക്കുന്നു. 3 വർഷം ശിക്ഷയും വിധിക്കപ്പെട്ട ശിക്ഷയുടെ 1/3 അതല്ലെങ്കിൽ 2 വർഷമോ ജയിലിൽ കിടന്ന ഏതൊരാൾക്കും ലീവിന് അപേക്ഷിക്കാൻ പറ്റും. ഇത് രാജ്യത്തുള്ള നിയമമല്ലേ? UDFന് പ്രത്യേകമായ താല്പര്യമുള്ള കേസുകളിലെ പ്രതികൾക്ക് പരോളെ അനുവദിക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? എത്ര ദിവസം വരെ പരോൾ കൊടുക്കാൻ പറ്റും? സർക്കാർ ഇളവ് ചെയ്ത് 30 ദിവസം കൊടുക്കാൻ, ജയിൽ മേധാവികൾക്ക് ഒന്നുകിൽ 5 അല്ലെങ്കിൽ 10, അങ്ങനെ മാക്സിമം പരോളിന്റെ ടൈം 45 ദിവസമാണ്. 45 ദിവസത്തിൽ കൂടുതൽ ഒരൊറ്റ ദിവസം കേരളത്തിലെ ഏതെങ്കിലും കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. ഇവിടെ 2000-ൽ 1/2000 എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസുണ്ട്. 1/2000 നമ്പർ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു കോവിഡ് കാലത്ത് പ്രതികൾക്ക് പ്രത്യേകമായ ലീവ് അനുവദിക്കാം. 2 ഘട്ടമായി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ഉൾപ്പെടെയുള്ള പല പ്രതികൾക്കും എന്നതുപോലെ കേരളത്തിലെ പ്രതികൾക്ക്, ഈ കേസിലെ പ്രതികൾക്ക് 655 ദിവസം അന്ന് ലീവ് അനുവദിച്ചു. അതിൽ 271 ദിവസം ജാമ്യമായിട്ട് കണക്കാക്കാന്ന് പറഞ്ഞു. ജാമ്യമായിട്ട് കണക്കാക്കിയാൽ ആ ദിവസം കൂടുതൽ ആ തടവുകാർ ശിക്ഷ അനുഭവിക്കണം. വീണ്ടും 271 ദിവസം കൂടി ശിക്ഷ അനുഭവിക്കണം. ഈ 655 ദിവസം സ്പെഷ്യൽ ലീവ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അഥവാ ആ തീരുമാനപ്രകാരം കോവിഡ് സ്പെഷ്യൽ ലീവ് അനുവദിച്ചത് കൂടി ചേർത്താണ് ഈ 1000 ലീവിന്റെ 1000 ദിവസത്തിലധികമുള്ള ലീവിന്റെ കണക്ക് പറയുന്നത്. അതിലെ 271 ദിവസം മാത്രമാണ് ജാമ്യമായിട്ട് കണക്കാക്കുന്നത്. അത് സ്വാഭാവികമായും അധികം തടവിൽ കടക്കുകയും വേണം. ഇതല്ലേ വസ്തുത. അപ്പോൾ ഇവിടെ ജനുവരി 8-ന് പരോളിൽ വന്ന ഒരാൾ, അയാൾ നടത്തിയിട്ടുള്ള ഏത് നിയമവിരുദ്ധമായ പ്രവർത്തനത്തെയും CPI ന്യായീകരിക്കുന്നില്ല. ഒരൊറ്റ കേസേ കേരളത്തിലുള്ളൂ. ആ കേസിൽ UDFന്റെ എല്ലാ നിലയിലുമുള്ള താല്പര്യങ്ങൾ സംരക്ഷിച്ച് നിലവിലുള്ള നിയമം ലംഘിച്ച് അവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനേ പാടില്ല എന്ന സമീപനം, അങ്ങനെ ഒരു സമീപനം UDFനുണ്ടോ? ഉണ്ടെങ്കിൽ അവർ പറയണം. ഇപ്പൊ ഞാൻ പറയട്ടെ, AK ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ലീവ് കൊടുത്ത് അഥവാ സർക്കാർ തീരുമാനിച്ച് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കൊടുത്ത കേസുകളില്ലേ? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് പ്രത്യേകമായി ഇളവ് ചെയ്തു കൊടുത്തിട്ടുള്ള കേസുകളില്ലേ? ഞാൻ അതിന്റെ രാഷ്ട്രീയമായ തലം ഈ സന്ദർഭത്തിൽ പറയണമെങ്കിൽ പറയാം. ഇവിടെ പക്ഷേ അത് തടയപ്പെട്ടു എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ ഒരു കാര്യം പറയൂ, ഈ നിഷാദ് എത്ര കാലം ജയിലിൽ കിടന്നു? 20 വർഷം തടവ് ശിക്ഷയാണല്ലോ. എത്ര ദിവസം അയാൾ ജയിലിൽ കിടന്നു എന്ന് അങ്ങേക്കറിയാം? അല്ല, ഞാനതില് ഒരാളുടെ മാത്രമല്ല, അത് പറയൂ. കാരണം ഏറ്റവും പുതിയതും പറഞ്ഞിട്ടുള്ള ജയിൽ കിടന്ന വെറും 1 മാസമാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ 3 തവണയായി പരോൾ മാറ്റി ആവർത്തിച്ചു കൊടുക്കുന്നത്. അച്ഛന് തീരെ വയ്യ എന്നാവശ്യപ്പെട്ടാണ് ഈ പരോൾ നീട്ടിക്കൊടുത്തത്. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് കള്ളം പറഞ്ഞ് പരോൾ നേടി രാഷ്ട്രീയ പ്രകടനത്തിൽ പങ്കെടുത്തത് ശരിയാണോ? അങ്ങ് പറയൂ. കുഞ്ഞികൃഷ്ണനെതിരായ പ്രതിഷേധത്തിൽ നിഷാദ് പങ്കെടുത്തത് ശരിയായ രീതിയാണോ? പരോളിൽ ഇറങ്ങിയ ഒരു പ്രതിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? ഏത് ചട്ടപ്രകാരം? ഈ കോവിഡ് കാലത്ത് മാത്രമേ TP കേസിലെ പ്രതികൾ ഇറങ്ങിയിട്ടുള്ളൂ അങ്ങ് പറയുമ്പോൾ അങ്ങ് ഈ ചട്ടം ഒന്ന് പറയൂ. അതെ, ഞാൻ ഒന്ന് പറഞ്ഞു മുഴുമിപ്പിക്കട്ടെ, അല്ലെങ്കിൽ താങ്കൾ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞോളൂ, എന്നിട്ട് ഞാൻ പറയാം. നിഷാദിന്റെ ആദ്യം പറഞ്ഞോളൂ. അല്ല, നിഷാദിന്റെ വിവരം നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാലും മതി. ഞാൻ കാര്യം പറഞ്ഞിട്ടുള്ളൂ. കേരളത്തിലെ ഗവൺമെന്റിന് ഒരു നിഷാദും ഇല്ല,
ഒരു മനോജും ഇല്ല, ഒരു രതീഷും ഇല്ല. അല്ല, അങ്ങനെ പറഞ്ഞിട്ട് കേരളത്തിലെ കാര്യമില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഗവൺമെന്റിന് അങ്ങനെ പരമാവധി കാര്യമില്ല. അല്ല, അങ്ങനെ അല്ലല്ല, ഞാൻ CPM എങ്ങനെ പറഞ്ഞിട്ടാണ് കാര്യം എന്ന് താങ്കൾ പറയണ്ടേ? ഞാൻ പറഞ്ഞോട്ടെ. തടവ് ഞാൻ ശിക്ഷ എന്റെ വിധിക്കപ്പെട്ട ധാരണ ഞാൻ ഒരാളെ പറഞ്ഞോട്ടെ. നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അയാളുമായി ബന്ധപ്പെട്ടൊരു താല്പര്യമുണ്ട് അല്ലേ? അങ്ങനെ മത്സരിപ്പിച്ചയാൾ ഈ പറഞ്ഞ അച്ഛന് സുഖമില്ല, അടിയന്തരമായി പുറത്തിറങ്ങണം, അച്ഛനെ നോക്കണമെന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ശരിയോ തെറ്റോ എന്ന് അങ്ങേക്ക് ഇപ്പൊ പറയാമല്ലോ. സർക്കാരിന് പങ്കില്ലെങ്കിലും ഇതിലൊരു ധാർമ്മികമായ നിലപാട് അങ്ങേക്ക് പറയാമല്ലോ. അത് അങ്ങ് പറയൂ. എല്ലാറ്റിലും ധാർമ്മികമായ നിലപാടുണ്ട്, നിയമപരമായ നിലപാടുണ്ടെന്നേ. പറഞ്ഞോളൂ, രണ്ടും പറഞ്ഞോളൂ. ഇവിടെ പുറത്തിറങ്ങിയിട്ടുള്ള റിഷാദിന് വേണ്ടിയിട്ട് കേരളത്തിലെ ഗവൺമെന്റ് പ്രത്യേകമായിട്ടുള്ള പരോൾ ഇളവ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഗവൺമെന്റിന്റെ തീരുമാനമുണ്ടോ? ഏത് വ്യവസ്ഥ പ്രകാരമാണ് ഇയാൾക്ക് ജനുവരി 8-ന് പരോൾ അനുവദിച്ചത്? പരോൾ അനുവദിച്ചതിൽ കേരളത്തിൽ UDF-ന് പ്രതിഷേധമുണ്ടോ? അങ്ങനെ പരോൾ അനുവദിച്ചത് ശരിയായില്ല എന്ന്, ജനുവരി 8-ന്റെ പരോള് ശരിയായില്ല എന്ന അഭിപ്രായമുണ്ടോ? കേരളത്തിൽ ആകെ പരോൾ ലഭിക്കുന്നത് TP കേസിലെ പ്രതികൾക്ക് മാത്രമാണോ? ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ പ്രതികൾക്ക് മാത്രമാണോ? നിലവിലുള്ള ഏത് വ്യവസ്ഥയായാലും ശരി, ഒരു പ്രതി ശിക്ഷിക്കപ്പെട്ടാൽ പിന്നെ പുറത്തു വരാനേ പാടില്ല, അവർക്ക് ലീവ് അനുവദിക്കാനേ പാടില്ല എന്ന വ്യവസ്ഥ UDF-നുണ്ടോ? അഡ്വക്കേറ്റ് പ്രേംകുമാർ, TP കേസിൽ സർക്കാരിന് പ്രത്യേക താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അരിഭക്ഷണം കഴിക്കുന്ന ആരും വിശ്വസിക്കില്ല. അങ്ങീ പറയുന്ന സജീവിനെ ഏതെങ്കിലും കോളത്തിലിടണ്ട. എന്നെ ഇപ്പോൾ അങ്ങ് എന്നല്ല, നിരന്തരമായി നിങ്ങൾ ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് ഇടുകയാണ്, പോട്ടെ, അത് അങ്ങ് എന്തെങ്കിലും ഒരു ചെയ്തോളൂ. ശ്രീ സജീവൻ പലപ്പോഴും CPM-ന് അനുകൂലമായി പ്രതികരിച്ചിട്ടുള്ള ആളാണല്ലോ. TP കേസിലെ പ്രതികൾക്ക് ഒരു ഇളവും ഒരു കാലത്തും ചെയ്തിട്ടില്ല എന്ന് അങ്ങേക്ക് നെഞ്ചിൽ കൈവച്ച് പറയാമെങ്കിൽ അങ്ങ് പറയൂ. TP കേസിലെ പ്രതികൾക്ക് ഗവൺമെന്റ് ഒരിളവും നൽകിയിട്ടില്ല. സർക്കാർ തീരുമാനിച്ച് പ്രത്യേകമായി ഏതെങ്കിലും നിലയിലുള്ള ഇളവ് നൽകിയിട്ടില്ല. 45 ദിവസത്തിൽ കൂടുതൽ TP കേസിലെ എന്നല്ല, കേരളത്തിലെ ഒരു രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതിക്കും അധികം ഒറ്റത്തവണയായി പരോൾ ലഭിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ അങ്ങ് പറയൂ. ഇപ്പോൾ ഇവിടെ അനുവദിച്ച പരോളും ജനുവരി 8-ന് അനുവദിച്ചതാണ്. അത് ശരിയായിരുന്നെങ്കിൽ തൊട്ടടുത്ത ദിവസം പറയാമായിരുന്നു. കൊടി സുനിക്ക് 7 മാസത്തിനിടെ 60 ദിവസം പരോൾ എങ്ങനെയാ കിട്ടുക? കൊടി സുനിയുടെ കാര്യം പറയാം. കൊടി സുനിക്ക് 7 മാസത്തിനിടയിൽ 60 ദിവസം അങ്ങനെ ഗവൺമെന്റ് പ്രത്യേകമായി അനുവദിച്ചാണെങ്കിൽ താങ്കൾ പറയൂ. അല്ല, അത് ശരി. അങ്ങനത്തെ ഈ ചോദിക്കുന്നത് സർക്കാർ ഉത്തരവിട്ട് കടലാസ് ഇറക്കിയിട്ടാണല്ലോ ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നല്ലേ? കേരളത്തിലെ ഗവൺമെന്റ് ഈ കേരളത്തിലെ ഗവൺമെന്റ് ഈ പറയുന്ന പരോൾ നൈകൾ കൈക്കൂലി വാങ്ങിയ DIG-ക്കെതിരെ എപ്പോഴാണ് നടപടിയെടുത്തത്? ആ നടപടി എന്താണ്? കൈക്കൂലി വാങ്ങിയ ഒരു ഉദ്യോഗസ്ഥനെയും സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ എടുക്കില്ല. സസ്പെൻഷനിലാണ്. DIG ആയാലും ശരി, ഏത് നിലയിലുള്ള ഉദ്യോഗസ്ഥരായാലും ശരി. ഈ ചട്ടപ്പടി മറുപടിക്ക് അപ്പുറം പറയാൻ പറ്റുമെങ്കിൽ അങ്ങ് പറയൂ. TP കേസിലെ പ്രതികളല്ലാതെ ഈ പറഞ്ഞ ജയിൽ വെച്ച് കൊട്ടേഷൻ പരിപാടികൾ നടത്തുക, അവിടെ നിന്ന് മൊബൈൽ ഫോൺ വിളിക്കുക, അവിടെ നിന്ന് കഞ്ചാവ് വാങ്ങിക്കുക, കഞ്ചാവ് വിൽപ്പനയുടെ പരിപാടികൾ നടത്തുക, പുറത്ത് പോലീസ് സംഘം നോക്കി നിൽക്കെ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരിക, വേറെ ഏതെങ്കിലും കേസിലെ പ്രതികൾ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഈ അടുത്ത കാലത്തെങ്കിലും അങ്ങേക്ക് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. ഈ പറയുന്ന കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രതികളും ഈ രൂപത്തിൽ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് ചൂണ്ടിക്കാണിക്കൂ. അതിന് റോജി മറുപടി പറയട്ടെ. ഞാൻ പറയുന്നത്, ഏത് കേസിലെ പ്രതിയായാലും ഏത് തരത്തിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുന്നതിനെയും CPIM അനുകൂലിക്കുന്നില്ല. ചന്ദ്രശേഖരൻ വധക്കേസിൽ CPIM-ന് ബന്ധമില്ല എന്ന് CPIM-ന്റെ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല ചെയ്യപ്പെട്ട പ്രസ്ഥാനമാണ് CPIM. നിലവിലുള്ള വ്യവസ്ഥയനുസരിച്ച്, നിലവിലുള്ള നിയമം അനുസരിച്ച് UDF-നായാലും ഏത് പാർട്ടിക്കായാലും കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ നിലവിലുള്ള നിയമം അനുസരിച്ച് ലീവ് നൽകേണ്ടതായിട്ട് വരും. സ്പെഷ്യൽ ലീവ് ആയാലും സാധാരണ ലീവ് ആയാലും അത് അനുവദിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയിൽ ഇളവ് ചെയ്തു കൊടുക്കണമെന്ന് കേരളത്തിലെ ഗവൺമെന്റ് ഒരു കേസിലും പ്രത്യേകമായി ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ എന്റെ നിലപാട് ഇതാണ് വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചത്. അതിലൂടെ ഒരു നിലയിലും ഒരു ഇളവ് ഇന്ന പ്രതിക്ക് ജനുവരി 8-ന് പരോൾ കൊടുത്താൽ അപ്പൊ തൊട്ടടുത്ത ദിവസം പറയണ്ടേ? അങ്ങനെ ഒരു വിഷയം, അന്യായമായ വിഷയമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിൽ ഇദ്ദേഹത്തിന് അനുവദിച്ച ലീവ് സ്പെഷ്യൽ ലീവാണോ, സാധാരണ ലീവാണോ? ലീവ് അയാൾക്ക് പുറത്തിറങ്ങാനേ പാടില്ല എന്നതാണോ UDF-ന്റെ നിലപാട്? ശരി, അങ്ങേക്ക് പുറത്തിറങ്ങിയ ദിവസത്തെക്കുറിച്ചും എത്ര ദിവസം എന്നതിനെക്കുറിച്ചും ഈ നിഷാദിന്റെ കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിൽ പോട്ടെ, നിഷാദ് ഈ പ്രകടനത്തിൽ പങ്കെടുത്തത് ശരിയാണോ?
രാഷ്ട്രീയ പ്രകടനത്തിൽ പങ്കെടുത്ത മുദ്രാവാക്യം വിളിക്കാൻ നിഷാദിന് എങ്ങനെ സാധിക്കുന്നു? അത് പാർട്ടി തീരുമാനമല്ല, സർക്കാർ തീരുമാനമല്ല എന്നങ്ങ് പറയുന്നത്. അങ്ങയുടെ അഭിപ്രായം പറയും, അത് ചെയ്തത് ശരിയാണോ? അല്ല, ഞാൻ പറയുന്നത് നിയമവിരുദ്ധമായ പ്രവർത്തനം ആര് നടത്തിയാലും ശരിയല്ലാന്നേ. അതിലങ്ങനെ ഒരാളുടെ മാത്രം കാര്യമല്ല. പരോളിൽ ഇറങ്ങിയിട്ട് എന്താണോ പരോളിന്റെ ഭാഗമായിട്ടുള്ള വ്യവസ്ഥയെങ്കിൽ ആ വ്യവസ്ഥ ആര് ലംഘിച്ചാലും അത് ശരിയല്ലാത്തതാണ്. അതിന് നിയമപരമായിട്ടുള്ള നടപടി എന്താണെങ്കിൽ അത് സ്വീകരിക്കുക തന്നെ വേണം. ശരി. ഏത് വ്യവസ്ഥയിലാണോ അദ്ദേഹത്തിന് ലീവ് അനുവദിച്ചത് ആ വ്യവസ്ഥയിൽ അദ്ദേഹം ഏതെങ്കിലും നിലയിൽ ആ വ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ടോ? ശരി. ലംഘിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്ന്. ശരി. ടി.പി. കേസിലെ വ്യവസ്ഥ ലംഘിച്ച ഒരാളെയും സംരക്ഷിക്കേണ്ട ആവശ്യം സിപിഎമ്മിനില്ല. സിപിഎമ്മിന് പങ്കില്ല എന്നടക്കം അങ്ങ് വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇടവേളയ്ക്ക് പോകുന്നു. അതിനുശേഷം തിരിച്ചെത്താം. മടങ്ങിയെത്താം. റോജി എം ജോൺ, ഇപ്പോൾ നിയമവിരുദ്ധമായ സർക്കാരിന്റെ ഒരു ഇടപെടൽ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താമെന്നാണ് പ്രേംകുമാറിന്റെ വെല്ലുവിളി. മറുപടി നൽകാം. സ്മൃതി, പ്രേംകുമാർ അവാസ്തവമായ കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണേണ്ടുന്ന കാര്യം, നവംബർ 2025 ഈ നിഷാദ് എന്ന് പറയുന്ന ബോംബ് കേസിൽ പ്രതി, അതായത് പോലീസിനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസിൽ 20 വർഷം ശിക്ഷിക്കപ്പെട്ട പ്രതി കുറ്റവാളിയായി കോടതി കണ്ടെത്തി ജയിലിനുള്ളിലാവുന്നത്. ആ ആൾക്ക് ഒരു മാസം തികയുന്നതിന് മുമ്പ് ഡിസംബർ 26 അദ്ദേഹം ജനുവരി 8 എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഫാക്ട് വെരിഫൈ ചെയ്യാം. ഡിസംബർ 26 ഇദ്ദേഹത്തിന് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് ആദ്യമായിട്ട് പരോൾ അനുവദിക്കുന്നത്. 6 ദിവസത്തെ പരോളാണ് ആദ്യം അനുവദിക്കുന്നത്. അതിനുശേഷം അത് ജയിൽ DGP ഇടപെട്ട് ആ പരോൾ നീട്ടിക്കൊടുക്കുന്നു. പിന്നീട് അതിനുശേഷം അദ്ദേഹം തന്നെ നേരത്തെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞു, പിന്നെ സർക്കാരിന് വേണമെങ്കിൽ കൊടുക്കാൻ. സർക്കാർ ഇടപെട്ട്, ആഭ്യന്തര വകുപ്പ് ഇടപെട്ടിട്ടാണ് ആ പരോൾ മൂന്നാമത് ആ പരോൾ നീട്ടിക്കൊടുത്ത് 1 മാസം പോലും ജയിലിനകത്ത് കടക്കാത്ത കുറ്റവാളിക്ക് 1 മാസത്തെ പരോൾ അനുവദിച്ച് ആ നിഷാദിന്റെ പരോള് കഴിയുന്ന മുറയ്ക്കാണ് രണ്ടാമത്തെ പ്രതിയായിട്ടുള്ള നന്ദകുമാറിന് പരോൾ അനുവദിക്കുന്നത്. അത് അനുവദിക്കുന്നത് ജനുവരി 30. അപ്പൊ അങ്ങനെ ഒരു കേസിലെ 2 പ്രതികൾക്ക് നിയമവിരുദ്ധമായി രണ്ടാമത്തെ പ്രതിക്കും ഇത്തരത്തിൽ പരോൾ അനുവദിച്ചു എന്ന സാഹചര്യത്തിലാണ് ജനുവരി 30 പരോൾ അനുവദിച്ചതിന് ശേഷം ഇന്നേ ദിവസം ഞങ്ങൾ നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടിരുന്നത്. അതാണ് ഫാക്ട്. നിങ്ങൾക്കത് വെരിഫൈ ചെയ്യാം. ഇനി രണ്ടാമത്തെ കഴിഞ്ഞ ഇനി മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, പരോൾ അനുവദിക്കുന്ന ചട്ടങ്ങൾക്ക് അനുസൃതമായിട്ടാണ്. ഏത് ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇവിടെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ കാര്യം പറഞ്ഞു. കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ എന്ന പേരിൽ പരോൾ അനുവദിക്കാമെന്ന് ഏത് നിയമത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? അതായത് നമ്മുടെ മുമ്പിൽ കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആക്ട് 2010 അതിൽ വളരെ കൃത്യമായി പറയുന്നത് 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അതായത് ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആരുടെയെങ്കിലും മരണമോ അത്യാസന്ന രോഗാവസ്ഥയോ. 2, ഏറ്റവും അടുത്ത ബന്ധുക്കൾ അവരുടെ വിവാഹം. 3, ഇവര് താമസിക്കുന്ന വീട് ഭാഗികമായോ പൂർണ്ണമായോ തകർന്നാല്. ഈ 3 സാഹചര്യത്തിൽ ഇവർക്ക് പരോൾ അനുവദിക്കാമെന്ന് പറയുന്നുണ്ട്. പ്രതികൾക്ക്, കുറ്റവാളികൾക്ക്, അതായത് 52 വെട്ടി ഇവിടെ നേരത്തെ ശ്രീ സജീവൻ സൂചിപ്പിച്ചതുപോലെ ഇത്രയും കൊടും കുറ്റവാളികൾക്ക് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ എന്ന പേരിൽ അവർക്ക് പരോൾ അനുവദിക്കുവാൻ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണുള്ളത്? അങ്ങനെ ഒരു ചട്ടം അതിനകത്ത് നമുക്ക് ഈ ആക്ടിൽ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ? അപ്പോൾ ഇത് സർക്കാരിന് പ്രത്യേക താല്പര്യമുള്ള പ്രതികൾ. കാരണം ഈ പ്രതികളെ സംബന്ധിച്ച് നമുക്കറിയാം. കാരണം ഇവരുടെ ഒരു വാക്ക്, ഇവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് CPMന്റെ പല നേതാക്കളെയും അവരെ പ്രതികളാക്കും, അവരെ പ്രതിക്കൂട്ടിനുള്ളിലാക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ പ്രതികളുടെ ഔദാര്യത്തിലാണ് CPMന്റെ പല നേതാക്കന്മാരും ഇന്ന് കണ്ണൂരിൽ വിലസി നടക്കുന്നത്. കാരണം ഇവരിൽ ആരെങ്കിലും ഒരു മൊഴി കൊടുത്താൽ, ഇതിന്റെ ഗൂഢാലോചനയെ സംബന്ധിച്ച് ഇവരാരെങ്കിലും ഒരു വാചകം പുറത്തു പറഞ്ഞാൽ CPMന്റെ പല നേതാക്കന്മാരും പ്രതികളായി മാറും. അവർ ജയിലിനകത്താകും, അവർ വിചാരണ നേരിടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് എല്ലാ ചട്ടങ്ങളും എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അവർക്ക് പരോൾ അനുവദിക്കുക. അവിടെ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുറത്തിറങ്ങി അവർക്ക് സ്വൈര്യ വിഹാരം നടത്താനായിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ്. പോലീസ് കാവലിൽ മദ്യപിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നു. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. ഈ പ്രതികള് ഇവർ ജയിലിനകത്ത് മൊബൈൽ ഉപയോഗിച്ചതായിട്ട് കണ്ടെത്തി. ആ മൊബൈൽ ഉപയോഗിച്ചതായിട്ട് കണ്ടെത്തി മൊബൈൽ പിടിച്ചതിന് ശേഷം അവരുടെ കോൾ ലിസ്റ്റ് പരിശോധിക്കാൻ ഈ ജയിലിനകത്ത് നിന്ന് ഈ കൊടിസിനി ഉൾപ്പെടെയുള്ള ആളുകള് ആരെയൊക്കെയാണ് വിളിച്ചത്, ആരൊക്കെയായിട്ടാണ് ഫോൺ സംഭാഷണം നടത്തിയത് എന്ന് അതിന്റെ കോൾ ലിസ്റ്റ് CDR പരിശോധിക്കുവാനായിട്ട് ഈ ജയിൽ വകുപ്പോ പോലീസോ ഇതുവരെ തയ്യാറായിട്ടുണ്ടോ? ആ നിലയിലേക്ക് ഇതുവരെ അതിന്റെ അന്വേഷണം പോയിട്ടില്ല. ഈ കൊടിസിനി ഉൾപ്പെടെയുള്ള പ്രതികൾ ഇവരെയൊക്കെ ഏതൊക്കെ ജയിലിലാക്കിയാലും അവിടെയൊക്കെ ഇവർ ജയിലിനകത്ത് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അവർ ജയിലിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നു.
അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ ജയിൽ മാറ്റി കൊടുക്കുന്നു, അവർക്ക് ജയിലിനകത്ത് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കുന്നു, അവിടെ മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്നു, അവർ പുറത്ത് കൊട്ടേഷൻ സംഘങ്ങളെ നിയന്ത്രിക്കുന്നു, ജയിലിനകത്ത് ഇരുന്നു കൊണ്ട് അവർ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നു, അവർ പണം പിരിക്കുന്നു, ആ പണം കൈക്കൂലിയായിട്ട് കൊടുക്കുന്നു. ഇത്രയൊക്കെ ജയിലിനകത്ത് ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ നടത്തുക എന്ന് വെച്ചാൽ എന്താണ് ഇത് നടക്കുന്നത്? ഇത് നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു നാടാണോ കേരളം എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ നാണം കെടുത്തുന്ന തരത്തില്, ഈ നിയമവ്യവസ്ഥയെ ഇത്ര അപഹാസ്യമാക്കുന്ന തരത്തില് ഒരു സർക്കാരിന്റെ ഒത്താശയോടുകൂടി, പാർട്ടിയുടെ ഒത്താശയോടുകൂടി ഈ പ്രതികൾ സ്വൈര്യവിഹാരം നടത്തുകയാണ്. അതാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ജയിലിനകത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരിഗണന, അവർ പരോളിറങ്ങി പുറത്തിറങ്ങിയാൽ അവർക്ക് കിട്ടുന്ന പരിഗണന, അതുപോലെ തന്നെ നിഷാദ് ഉൾപ്പെടെയുള്ള പാർട്ടിക്ക് വേണ്ടി ബോംബെറിഞ്ഞ പ്രതികൾക്ക് കിട്ടുന്ന പരിഗണന, അവർ പരോളിലിറങ്ങി അവർ എന്ത് രാഷ്ട്രീയ പ്രകടനങ്ങൾ നടത്താം, അവർക്ക് കൊലവിളി നടത്താം, അവർക്ക് മറ്റ് കേസുകളിൽ ഇടപെടാം, അവർക്ക് കൊട്ടേഷൻ നടത്താം, അവർക്ക് മയക്കുമരുന്ന് കച്ചവടത്തിൽ ഏർപ്പെടാം, ഒരു പ്രശ്നവുമില്ല. ഈ നിഷാദിന് ഉൾപ്പെടെ എഴുതി വെച്ചോളൂ, അവർക്ക് ഉൾപ്പെടെ ഇനി വീണ്ടും പരോൾ കൊടുക്കുവാനായിട്ട് ഇതേ സർക്കാർ തന്നെ തയ്യാറാവും. എന്തായാലും 3 മാസക്കാലം കൂടി അതിന് കാലാവധി ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതുപോലെ തന്നെയാണ് പെരിയ കൊലക്കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതും അവർക്ക് പരോൾ ലഭിക്കുന്നതും ഒക്കെ. അപ്പൊ അങ്ങനെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്ന, മൃഗീയമായിട്ടുള്ള കൊലപാതകങ്ങൾ നടത്തുന്ന ആളുകളെ ഇതേ പാർട്ടി സംരക്ഷിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവർക്ക് പാർട്ടിയുടെ സംരക്ഷണമില്ല, സർക്കാരിന്റെ സംരക്ഷണമില്ല എന്നൊക്കെ ഇവിടെ പ്രേംകുമാറിനെ പോലുള്ള ആളുകൾ പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന കേരളത്തിൽ ആരെങ്കിലും ഇത് വിശ്വസിക്കുമോ? ഇതേ പ്രതികൾക്ക് നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ വിവാഹത്തിൽ പങ്കെടുക്കുക, അവർക്ക് വിപ്ലവാഭിവാദ്യം അർപ്പിക്കുക. കുഞ്ഞനന്തൻ മരണപ്പെട്ടപ്പോൾ CPM-ന്റെ നേതാക്കന്മാരുടെയൊക്കെ രോദനം നമ്മൾ കണ്ടതല്ലേ? അവരൊക്കെ എന്തൊക്കെയാണ് ശ്രീ കുഞ്ഞനന്തനെ കുറിച്ച് പറഞ്ഞത്? കുഞ്ഞനന്തൻ ആരാ? ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ 51 വെട്ടുവെട്ടി മൃഗീയമായി ടി പി ചന്ദ്രശേഖരനെ കൊത്തി നുറുക്കിയ ഒരു കേസിലെ പ്രതി ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്ന പ്രതി മരണപ്പെട്ടപ്പോൾ ഇവരുടെയൊക്കെ കരച്ചിൽ നമ്മൾ കണ്ടതല്ലേ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇവരൊക്കെ CPM-ന്റെ കണ്ണൂർ ജില്ലയിലെ പല നേതാക്കന്മാരും ഈ പ്രതികളുടെ ദയാദാക്ഷിണ്യത്തില് കഴിയുന്ന ആളുകളാണ്. കാരണം അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് പാർട്ടിയുടെ ബാധ്യതയാണ്. കാരണം അവർക്ക് സംരക്ഷണം കൊടുത്തില്ലെങ്കിൽ, അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ, അവർ ഇതിന്റെ ഗൂഢാലോചനയെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ പല ആളുകളും അകത്താകും. അതിനുള്ള ഭയപ്പാടാണ് CPM-നെ നയിക്കുന്നത്. ആ ഭയപ്പാടാണ് ഇത്തരത്തിലുള്ള ചർച്ചകളെ പോലും നിയമസഭയിൽ അനുവദിക്കാതെ ഈ സർക്കാർ മാറ്റി നിർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ശ്രീ എ. സജീവൻ, അവസാനമായി ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച വിഷയം, അതിന്മേൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകാതിരിക്കുക എന്ന ഉദ്ദേശമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ഈ ധൻരാജ് സഹായ ഫണ്ട്, ആ ഫണ്ട് രക്തസാക്ഷി ഫണ്ട്, അത് ചിലർ തട്ടിയെടുത്തു എന്നുള്ള ആരോപണം, അതിന്റെ രേഖകളടക്കം പുറത്തിറക്കിക്കൊണ്ടുള്ള പുസ്തകം ഇതാ 4-ാം തീയതി പുറത്തിറങ്ങാൻ പോവുകയാണ്. ആ പുസ്തക പ്രകാശനത്തിന് പോലീസ് സംരക്ഷണം വേണം അദ്ദേഹം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടതും ഹൈക്കോടതി അതിന് സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞതും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അത് പാർട്ടിയുടെ വിഷയമാണ്, നിങ്ങൾ അറിയേണ്ട എന്ന് പറയുന്ന ജില്ലാ നേതൃത്വം ഇന്നിപ്പോൾ മാറ്റി കണക്കുകൾ ബോധിപ്പിക്കും എന്ന ഒരു പ്രതികരണത്തിലേക്ക് എത്തുകയാണ്. അത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലോടുകൂടി, അതായത് ജനം തിരിയുന്നു എന്ന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനമായി കൂടി കാണേണ്ടതല്ലേ ആ വിഷയത്തെ? തീർച്ചയായിട്ടും രാകേഷ് എന്ന് പറഞ്ഞത് ശുദ്ധ വിഡ്ഢിത്തമാണ്. കാരണം ജനങ്ങളുടെ അടുത്ത് നിന്ന് പിടിച്ചിട്ടുള്ള ആ പണം എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ സ്വാഭാവികമായിട്ടും ജനങ്ങളോട് മറുപടി പറയാൻ, ഇത് വ്യക്തികളല്ലല്ലോ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ, സ്വാഭാവികമായിട്ടും പറയണം. ആ പറയാന്ന് പറയുന്നതിന് അത് അന്ന് ചെയ്ത് വളരെ വിഡ്ഢിത്തം ആണ് പറഞ്ഞിരുന്നത്. അത് മാറ്റി പറഞ്ഞു എന്നുള്ള കാര്യം, അത് ജനങ്ങളോട് പറയുന്നുള്ള കാര്യമൊക്കെ നല്ല കാര്യമാണ്. പിന്നെ ഈ വിഷയം കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നം ചർച്ച ചെയ്യുക എന്ന് പറയുന്ന ആ വിഷയം മാത്രമല്ല, ഇത് എന്തുകൊണ്ട് പരോൾ, ഇവിടെ പ്രേംകുമാർ പറഞ്ഞ പോലെ ഇതൊക്കെ നീതിപരമായിട്ടാണ്, നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ചാണ് പരോൾ അനുവദിച്ചതെങ്കിൽ അത് നിയമസഭയിൽ, നിയമനിർമ്മാണ സഭയാണല്ലോ, അവിടെ ചർച്ച ചെയ്ത് ബോധ്യപ്പെടുത്താമല്ലോ. അത്തരം കാര്യങ്ങൾ എല്ലാ വിഷയവും ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. മാത്രമല്ല ഇത് പ്രതിപക്ഷം എന്തുന്നയിക്കുന്നു എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ വളരെ ഗൗരവമായി കാണുന്നത് സുപ്രീം കോടതിയുടെ ഒരു പരാമർശം വന്നു. എങ്ങനെയാണ് ഇത്രയും പരോൾ അനുവദിച്ചിട്ടുള്ളത്? ജ്യോതിബാബുവിന്റെ കാര്യത്തിലാണ്. ജ്യോതിബാബു അതിനുശേഷം സ്ഥിരമായി ആശുപത്രിയിൽ ചികിത്സയിലാണ്. അത് ജയിലിന്റെ സൗകര്യത്തിലല്ല, ജയിലിന് പുറത്താണ്. അതാണ് സുപ്രീം കോടതിയിലേക്ക് എത്തിയത്. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയുള്ള ഒരു വിഷയം, ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം പോലും ഈ ഒരു പ്രശ്നം ചോദിക്കുമ്പോൾ അതിവിടെയുള്ള നമ്മുടെ പ്രതിനിധികളായിട്ടുള്ള ആളുകൾ, ജനപ്രതിനിധികൾ അത് ചർച്ച ചെയ്യണം. നിയമനിർമ്മാണ സഭയിൽ ഇത് ചർച്ച ചെയ്തിട്ട് അത് കാര്യങ്ങൾ വളരെ വ്യക്തമാക്കേണ്ടതുണ്ടല്ലോ.
നിയമപരമായിട്ടാണ് കൊടുത്തതെങ്കിൽ ആ വിഷയം പോലും ചർച്ച ചെയ്ത് പറയാമല്ലോ. അപ്പോൾ അതൊന്നും നടത്താതെ ഇത്തരം കാര്യങ്ങളിൽ ആരും കേൾക്കേണ്ട, ആരും ചർച്ച ചെയ്യേണ്ട എന്ന് പറഞ്ഞു പോകുന്നത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ശരി, തെരഞ്ഞെടുപ്പ് കാലമാണ് ശ്രീ പ്രേംകുമാർ. ഈ വിഷയങ്ങളൊക്കെ ജനവും ചർച്ച ചെയ്യുന്നതാണ്. വ്യക്തമായ മറുപടികളാണ് ജനം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് ചർച്ച ചെയ്യേണ്ട, ഞങ്ങളിപ്പോൾ തൽക്കാലം പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന മറുപടി എത്രത്തോളം ജനം സ്വീകരിക്കുമെന്നുള്ള കാര്യം കൂടി ഇല്ലേ? അത് നമ്മൾ ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏത് വിഷയം എങ്ങനെ ചർച്ച ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ചെയർ എടുക്കുന്ന അതാത് സന്ദർഭത്തിലെ തീരുമാനങ്ങളുണ്ട്. ഇവിടെ എല്ലാ ദിവസവും അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയും ആ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതെല്ലാം ചർച്ചയ്ക്ക് എടുക്കുകയും ചെയ്യണമെന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഇവിടെ 2 കേസുകളെ സംബന്ധിച്ചാണല്ലോ പ്രധാനമായിട്ടും പറയുന്നത്. TP ചന്ദ്രശേഖരൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആദ്യമായി സർക്കാർ പരോൾ പ്രതിക്ക് അനുഭവിച്ചിട്ടുള്ളത് ആരാ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയുടെ ചുമതലയിരിക്കുമ്പോഴല്ലേ ആദ്യമായിട്ട് സർക്കാർ പരോൾ അനുവദിച്ചല്ലോ ഈ കേസിലെ പ്രതികൾക്ക്. സ്വാഭാവികമായി ഉണ്ടാകുന്ന നടപടികളെ എന്തോ അസ്വാഭാവികമായ ഒന്നാണ് സർക്കാർ ഇത്തരം പ്രതികളുടെ എല്ലാം താല്പര്യം സംരക്ഷിക്കുന്ന, അവരെ എല്ലാം പ്രകടനം നടത്താൻ പ്രേരിപ്പിക്കുന്ന ആ നിലയിലാണ് എന്ന് വരുത്തി തീർക്കല്ലേ. കുടുംബത്തോടൊപ്പം കഴിയാൻ എന്ന് പറഞ്ഞിട്ട് പരോൾ മാത്രം എന്നുള്ളതല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്? അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ. കുടുംബത്തോടൊപ്പം കഴിയാൻ എന്ന് പറഞ്ഞു. സാധാരണ ലീവ് പിന്നെ എന്താ? സ്പെഷ്യൽ ലീവ് ആണെങ്കിൽ മാത്രമാണ് വിവാഹമാണെങ്കിലോ മരണമാണെങ്കിലോ അല്ലെങ്കിൽ വീട് പൂർണ്ണമായും ഇടിഞ്ഞു പൊളിഞ്ഞു പോയി എന്നൊക്കെ റോജി പറഞ്ഞല്ലോ. അത് സ്പെഷ്യൽ ലീവിന്റെ കാര്യത്തിലല്ലേ. പ്രത്യേകമായ പരോൾ എന്ന് പറഞ്ഞാൽ ലീവല്ലേ. ആ ലീവ് സാധാരണ നിലയിൽ ലീവ് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ പരോൾ എന്നൊരു വ്യവസ്ഥ ചട്ടത്തിലില്ല. നിങ്ങൾ ആക്ട് എടുത്ത് പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു ചട്ടമില്ല. നിങ്ങൾ ആക്ട് പരിശോധിക്കുക. എന്റെ ഞാൻ വേണമെങ്കിൽ താങ്കൾക്ക് ആക്ട് തരാം. അതായത് കേരള പ്രസിഡൻസ് ആക്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. 2010 ആക്ട്. ആ ആക്ടില് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ, അതായത് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന പ്രതിക്ക് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനാണെങ്കിൽ അതായത് കൊലക്കേസിലെ പ്രതിക്ക് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തുവിടാനാണെങ്കിൽ പിന്നെ എന്തിനാ ശിക്ഷിക്കുന്നത്? അടിയന്തര സാഹചര്യത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ മാത്രമാണ് പരോൾ. നിയമത്തിൽ എവിടെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങ് പറഞ്ഞാൽ മതി. ശരി റോജി പറയട്ടെ. അഡ്വക്കേറ്റ് പ്രേംകുമാർ അങ്ങ് അത് വിശദീകരിക്കൂ. നിയമത്തിൽ എവിടെയാണെന്ന് പറഞ്ഞാൽ മതി. നിയമത്തിൽ പരോൾ ഇല്ലേ? സാധാരണ ഇതൊന്നും അല്ലെങ്കിൽ ആൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലേ? പരോളിന് എന്താണ് കാരണം? റോജി, ഇവിടെ ഒരാൾ ശിക്ഷിക്കപ്പെട്ടു, ഒരാളുടെ കാരണം പറഞ്ഞാൽ മതി. നിയമത്തിൽ അത് ഏത് വകുപ്പാണെന്ന് പറഞ്ഞാൽ മതി. പരോൾ അനുവദിക്കുമ്പോ അത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഈ ശിക്ഷിക്കപ്പെട്ട് 1 മാസത്തിനകമാണ് പരോൾ. അതാണ് നിഷാദിന് കിട്ടിയിരിക്കുന്ന പരോൾ. അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ, അങ്ങ് നേരത്തെ ഒരു 45 ദിവസത്തിന് കണക്ക് പറയുന്നുണ്ടല്ലോ. ശിക്ഷിക്കപ്പെട്ട് 1 മാസത്തിനകം പരോൾ, എന്നിട്ട് ആദ്യം 6 പിന്നെയും നീട്ടി നീട്ടി മേടിക്കുകയാണ്. സർക്കാർ നീട്ടിയല്ലോ. അവസാനം സർക്കാർ നീട്ടിയതാണ്. സർക്കാർ നീട്ടി എന്നുള്ളതാണ് അവസാനത്തെ പരോൾ. എത്ര ദിവസമായാലും എന്താണ്? ചട്ടവിരുദ്ധമായി പ്രകടനത്തിൽ ആദ്യം ജയിൽ സൂപ്രണ്ട് കൊടുത്തു, അതിനുശേഷം DGP കൊടുത്തു, അതിനുശേഷം സർക്കാർ നീട്ടി. അതെ, സ്വാഭാവികമായിട്ടും കുഞ്ഞികൃഷ്ണൻ കാര്യങ്ങൾ അറിയാതെ പറയാണ്. ആദ്യം ജയിൽ സൂപ്രണ്ട് കൊടുത്തു, പത്രസമ്മേളനം നടത്തുമെന്നും ആദ്യം ജയിൽ സൂപ്രണ്ട് കൊടുത്തു, പിന്നീട് DGP കൊടുത്തു, അതിനുശേഷം സർക്കാർ കൊടുത്തു. പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കുമെന്നും അങ്ങനെയല്ല. അച്ഛന് വയ്യാതെ ഇറങ്ങിയാൽ അച്ഛനെ നോക്കണം. പുറത്തിറങ്ങിയാൽ നടത്താൻ പറ്റില്ല, രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റില്ല. ശ്രീ പ്രേംകുമാർ, അങ്ങനെ ചിലർക്ക് മാത്രം സാധ്യമാകുന്നു ഈ കേരളത്തിൽ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല, എല്ലാ പ്രവർത്തനവും നടത്തുമെന്നും അങ്ങനെ കുഞ്ഞികൃഷ്ണനെ CPM നടപടിയെടുക്കുമെന്നും കുഞ്ഞികൃഷ്ണനെതിരെ നടപടിയെടുത്താൽ അവിടെ പ്രകടനം നടക്കുമെന്നും ഒക്കെ കണ്ടുകൊണ്ടാണ് സർക്കാർ പരോൾ അനുവദിച്ചതെന്നാണോ നിങ്ങൾ പറയുന്നത്? അഥവാ പരോൾ സമയം നീട്ടിയതെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, ഇതിപ്പോ കേട്ടാൽ അങ്ങനെയല്ലേ തോന്നുക? അതുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണന്റെ വിഷയം വന്നപ്പോഴാണ് രണ്ടാമത്തെ പ്രകടനത്തിൽ പങ്കെടുത്ത തെറ്റാണോ എന്നുള്ള കാര്യം അങ്ങ് പറഞ്ഞില്ലല്ലോ. എത്ര തവണ തെറ്റാണോ ശരിയാണോ? ഒരേ സമയം റോജിയോടും സ്മൃതിയോടും പ്രതികരിക്കണമെങ്കിൽ എനിക്ക് സമയം തരണം. ഒരേ സമയം റോജിയോടും അതേ സമയം സ്മൃതിയോടും പ്രതികരിക്കണമെങ്കിൽ ഒരേ കാര്യമാണ് ചോദിച്ചത്. സംസാരിക്കാനുള്ള സമയം തരണം. അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാതെ അങ്ങ് കൃത്യമായ മറുപടി നൽകൂ.
ഞാൻ പറഞ്ഞ കൃത്യമായ മറുപടി ഇതാണ്. ഒന്ന്, ഇവിടെ വൈകാരികമായി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒന്ന്, കേരളത്തിൽ ഒരൊറ്റ രാഷ്ട്രീയ കൊലപാതകമേ നടന്നിട്ടുള്ളൂ. അത് TP വധക്കേസാണ്, ചന്ദ്രശേഖരൻ കൊലപാതകമാണ്. അതിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് CPM-ന് പ്രത്യേകമായ താല്പര്യമുണ്ട് എന്ന മട്ടിലുള്ള ഒരു പ്രതീതിവൽക്കരണമാണ്. ഒരൊറ്റ കൊലപാതക കേസല്ല കേരളത്തിൽ നടന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവർ CPM-ന്റെ പ്രവർത്തകരാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിൽ ആദ്യമായി UDF-ന്റെ ഗവൺമെന്റ് തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് സർക്കാർ ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് 20 ദിവസം എവിടെ പരിമിതപ്പെടുന്നു എന്ന് എനിക്ക് വ്യക്തമാകുന്നു. നമുക്കിനി സമയമില്ലാത്തതുകൊണ്ടാണ് വേറെ ദിവസം ഇരിക്കാം. വളരെ നന്ദി ശ്രീമതി KK രമ, അഡ്വക്കേറ്റ് K പ്രേംകുമാർ, ശ്രീ റോജി M ജോൺ, ശ്രീ A സജീവൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. കാണാം മീറ്റ് ദ ന്യൂസ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.